അതിന്റെ കാരണം അതിന്റെ ടൈറ്റ്നസ് കൊണ്ട് മാത്രമല്ല, ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഗൈഡൻസ് തന്നിട്ടുള്ളത് കൊണ്ടും കൂടെയാണ്. അധികം യാത്ര ചെയ്യുന്നില്ല, അധികം മീറ്റിങ്ങുകൾ എടുക്കുന്നില്ല. പക്ഷേ പ്രിയ ദേവദാസൻ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത്, ഹൃദയശുദ്ധി എനിക്ക് ഉള്ളുകൊണ്ടും മനസ്സിലായി. പറഞ്ഞ പോലെ ആത്മാവിൽ ഒന്ന് എങ്ങനെയോ ഒന്ന് എനിക്കൊരു ഉള്ളം കൊണ്ടൊരു സന്തോഷം ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാനും ദൈവത്തിന്റെ കൃപയാൽ ഈ തിരക്കിന്റെ ഇടയിൽ അല്പസമയം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തത്. എൻ്റെ പേര് മാത്യു എന്നാണ്. ഞാൻ ഇവിടെ എറണാകുളത്തൊരു കളമശ്ശേരിയിൽ രാജഗിരി എന്ന് പറഞ്ഞൊരു കോളേജിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പഠിപ്പിക്കുന്നു. സോഷ്യൽ വർക്കാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതിനു മുമ്പും ഒരു 6 വർഷമായിട്ട് ഒരു കോളേജ് അധ്യാപകനും കൂടെയാണ്. കഴിഞ്ഞ 2019 മുതൽ പബ്ലിക് മിനിസ്ട്രിയിൽ കർത്താവ് നിർത്തുന്നു. ഞാനിവിടെ എറണാകുളത്തൊരു ലവ് ഫീസ്റ്റ് എന്ന് പറഞ്ഞൊരു ചേർച്ചിന്റെ ഭാഗമാണ്. ലവ് ഫീസ്റ്റ് ചേർച്ചിലെ സീനിയർ പാസ്റ്റർ ജെഫ്രി, പാസ്റ്റർ മീഗിൾ, മറ്റ് സീനിയർ ലീഡേഴ്സിന്റെ എല്ലാം വന്ദനങ്ങളെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്നോടൊപ്പം ഇന്ന് ഒരു 2-3 പേര് എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് ഓൺലൈനിൽ അങ്ങനെ മിനിസ്ട്രി ചെയ്ത് പരിചയമില്ല, അതുകൊണ്ട് ഞാനൊരു ബലത്തിന് അവരെയും കൂടെ കൂട്ടിനിരുത്തിയതാണ്. അവരുടെ മുഖങ്ങളെങ്കിലും കാണുമ്പോൾ, അവർ റിസീവ് ചെയ്യുന്ന കാണുമ്പോൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഞങ്ങളോട് സംസാരിക്കാമല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് വർഗീസ് എൻ്റെ കൂടെ ഉണ്ട്, മിനിസ്ട്രിയിൽ സഹായിക്കാനായിട്ട്. നോയൽ ജോയിലൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ പ്രൈമറിലി ഒരു യൗവനക്കാരുടെ ഇടയിലാണ് ദൈവം എന്നെ ഒത്തിരി ഉപയോഗിക്കുന്നത്. എത്ര അതിനൊരു ആമേൻ പറയും. ഹൃദയം തുറന്ന് ഒരു വാക്കിൽ ഒന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാമോ? ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ആ കണ്ണുകളെയൊക്കെ ഒന്ന് അടച്ച് ഞാൻ നിങ്ങളെ ഒത്തിരി സല്യൂട്ട് ചെയ്യുന്നു, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങളെ ഓണർ ചെയ്യുന്നു. കഴിഞ്ഞ 15 ദിവസം ദൈവസന്നിധിയിൽ മുടങ്ങാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് കൃപയാലേ പറ്റത്തുള്ളൂ, ആത്മാവിൽ കൃപയാൽ. വെൽ കാബോത്ത് ഫാമിലിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പ്രിയ ദേവദാസനെയും പ്രിയ വർഷിപ്പ് ലീഡ് ചെയ്ത ആന്റിയെയും മകനെയും ഫാമിലിയെയും ഒക്കെ ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു പുരോഹിതൻ എന്ന നിലയിൽ കൈമാറി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നമ്മളോടൊപ്പം കടന്നു വന്ന സകലരുടെ മേലും ഇപ്പോൾ ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ഒരു കൃപയുടെ അളവ് ഒന്ന് വർദ്ധിച്ചു വരുവാൻ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹൃദയം തുറന്ന് ഇന്ന് രാത്രികാലം നിങ്ങൾ എവിടെ, ഏത് കോണിലിരുന്നാലും, ഏത് സാഹചര്യത്തിന്റെ നടുവിലാണെങ്കിലും, ഏത് പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും, ഏത് പ്രായത്തിലാണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും ഹൃദയം തുറന്നിരിക്കുന്നവരുടെ മേൽ ഒരു പകർച്ച നടക്കുമെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ കേവലം ഒരു വചനം, ഇന്റലക്ച്വൽ നോളജ് അത് വർദ്ധിക്കാനായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ദൈവമനുഷ്യനല്ല, ഒരു ഇമ്പാർട്ടേഷൻ ഇതിന്റെ നടുവിൽ നടക്കുമെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവവചനത്തിൽ നിന്ന് വീഴുന്ന വിത്തുകൾ അത് ഒരു ഇമ്പാർട്ടേഷനായി മാറുവാൻ ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. രാത്രി ചിലർ ഉറങ്ങി എണീക്കുന്ന സമയം മുതൽ ഒരു പുതിയ ആത്മതലം കൈകാര്യം ചെയ്യത്തക്കവണ്ണം ഒരു പ്രത്യേക പകർച്ച ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ യേശുവിന്റെ നാമത്തിൽ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിത്ത് അത് വീണ് അത് കിളിർത്ത് വരുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ചില സ്പ്രൗട്ടിങ്ങുകൾ നടക്കട്ടെ. അതിനുവേണ്ടി നിലങ്ങൾ ഒരുക്കപ്പെട്ടു വിടട്ടെ. യേശുവിന്റെ നാമത്തിൽ 30 അല്ല 60 അല്ല 100 മേനി ഫലം കായ്ക്കത്തക്കവണ്ണം ഒരു വിളവെടുപ്പിന്, ഒരു ഹാർവെസ്റ്റിന് സഭയെ കർത്താവ് വിളിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുക്കം യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഞാൻ നിലങ്ങളെ ഉഴുതു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങളോട് ഇടപെടുന്ന ദൈവശബ്ദങ്ങൾ ഞങ്ങളുടെ മനസ്സിലോട്ടല്ല, ഞങ്ങളുടെ ആത്മാവിലോട്ട് കർത്താവ് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് 30 അല്ല 60 അല്ല 100 മേലി ഫലം കായ്ക്കട്ടെ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നേ നിറഞ്ഞിടുന്നു,
സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ പാപത്തിൽ നിന്നുമെന്നെ കോരിയെടുപ്പാന ശാപ ശിക്ഷകളേറ്റാതെ ആത്മജ ഓ ശാപ ശിക്ഷകളേറ്റാതെ ആത്മജ എന്നെ അൻപോടു തീരം തോറും നടത്തുന്ന പൊന്നീടയനന്ദം വന്ദനമേ എന്റെ പൊന്നീടയനന്ദം വന്ദനമേ അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടാമെന്നന്തി കയുള്ള മഹൽ ശക്തി നീയെ നാഥ അന്തി കയുള്ള മഹൽ ശക്തി നീയെ ചേർന്ന് എന്നോ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ താതൻ സന്നിധിയിലൻ തീർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മാമ ജീവനാഥ സദാ ചെയ്യുന്ന മാമ ജീവനാഥ കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീടുത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഹൃദയത്തിൽ നിന്നും പാടിയാട്ടെ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ ഇപ്പോൾ എന്തു പിതാവേ നല്ല സമയത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ സത്യത്താൽ ഞങ്ങളെ ഒന്ന് പണിയണം. നിങ്ങളുടെ ജീവനുള്ള വചനം കർത്താവെ ഞങ്ങളെ ഒന്ന് കഴുകണം. മാനസാന്തരം ഞങ്ങൾക്ക് തരണം.
സത്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. പരിജ്ഞാനം ഞങ്ങളുടെ മേൽ വർദ്ധിക്കണം. രാത്രികാല പ്രാർത്ഥനയോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക. അങ്ങയുടെ ജനത്തെ അങ്ങ് തൃപ്തിയോടെ മനസ്സും ആത്മാവും ശരീരവും കർത്താവെ 3 മേഖലകളിലും ഒരു ബലത്തോടെ, ഒരു ജീവനോടെ, കർത്താവെ ഒരു ആരോഗ്യത്തോടെ നീ അവരെ മടക്കി അയക്കും. അങ്ങയുടെ നാമം മഹത്വപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ അല്പസമയം ചില ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ച വചനങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ആ പറയുന്ന വചനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ കാണുന്ന ഒരു അനുഭവമാണത്. അത് നിങ്ങളുടെ മേൽ ഹൃദയത്തോടെ, വാഞ്ചയോടെ ദൈവത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന ചിലരുടെ മേൽ അത് പകരപ്പെടും. ഉറപ്പായിട്ടും 15 ദിവസക്കാലം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുടെ മേൽ ഇത് പകരപ്പെടും. ഞാൻ എസെൻഷ്യലി ഒരു വിത്തിടുകയാണ് ചെയ്യുന്നത്. വളരെ ശാന്തമായി നിന്ന് വചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങളുടെ മേൽ കൈമാറും. അവസാനത്തെ ചില സമയങ്ങൾ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആ പ്രത്യേക മേഖലയിലേക്ക്. നിങ്ങൾ എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ഫ്രീ ആയിട്ടിരുന്നാട്ടെ, സന്തോഷത്തോടു കൂടി ഇരുന്നാട്ടെ. ദൈവാത്മാവ് എൻ്റെ മേൽ ഏൽപ്പിച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിൽ നല്ല ധൈര്യം ഉണ്ട്. കർത്താവിനെ ഏൽപ്പിച്ചത് എന്താണ്, അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഈ വർഷം ഞങ്ങൾക്ക് തന്ന ഒരു വചനം ഒന്ന് വായിച്ച് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കയറാം. ഈ വർഷം ഞങ്ങൾക്ക് സഭയായി ദൈവാത്മാവ് ഒരു ഏർജൻസി ഉള്ള ഒരു വചനം, ഒരു എമർജൻസി വേർഡ് എന്ന പോലെ ഞങ്ങളോട് ഇടപെട്ടു. അത് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മുഴുവൻ ദൈവസഭകൾക്കും വിശ്വാസികൾക്കും ഉള്ളതാണ്. എല്ലാ വചനവും അങ്ങനെ ഉള്ളതാണ്. പക്ഷെ ഒരു ഏർജൻസി പോലെ ആ വചനം നിങ്ങളുടെ മേലിൽ നിന്ന് കൈമാറുന്നു. ഇനി ആരെങ്കിലും ഒന്ന് വചനം വായിച്ച് സഹായിച്ചാൽ അത്രയും നല്ലത്. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ബട്ട് ഇറ്റ്സ് ഫൈൻ. എഫേഷ്യൻസ്, ദി ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 5 16 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന് നിർത്തി വായിച്ചാൽ ഞാൻ നിങ്ങൾ ഒന്ന് ഇടപെട്ട് സംസാരിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 16. വചനം കയ്യിലുള്ളവരൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അറിയാവുന്ന വാക്യമാണ്. മോളെ ഒന്നുകൂടെ വായിച്ചോ, ആൽഫി ഒന്ന് വായിച്ചോ. യെസ്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും. ടൈം അതിനെ അതിന്റെ തക്കമായ കാര്യത്തിൽ ഉപയോഗിക്കാനാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. കാരണം എന്താണ്? ഇത് ദുഷ്കാലമാണ്. രണ്ടാമത്തെ കാര്യം നിർത്തി നമുക്ക് ഒരു സംശയമില്ല, അല്ലെ? ദുഷ്കാലമാണെന്നുള്ളതിന് നിങ്ങൾ പത്രം എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ടൈം, ഈ സമയം, ദിസ് ഇസ് ദ ടൈം ഓഫ് ഈവിൾ. ഇത് അന്ധകാര ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്ന സമയം. പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ തന്നെ തിമോത്തിയോസിന് ലേഖനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് പെരിലിയസ് ടൈംസ് വിൽ കം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ദുർഘടം എന്ന വാക്കിന്, ഡിഫിക്കൽട്ട് ടൈംസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തായിരിക്കും വരുന്നത്? ദുർഘട സമയം, ഡിഫിക്കൽട്ട് ടൈംസ്. ഇംഗ്ലീഷിൽ പെരിലിയസ് ടൈംസ് എന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നിടത്ത് ആംപ്ലിഫൈഡ് വേർഷനിൽ മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമെന്നാണ് അവിടെ അതിന്റെ ട്രാൻസ്ലേഷൻ. മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഭൂകമ്പം, ഇടിമുഴക്കം, പേമാരി, കോവിഡ്, യുദ്ധങ്ങള്, ക്ഷാമങ്ങള്, ഇതൊക്കെയല്ലേ നമ്മുടെ മുന്നിലൂടെ വരുന്നത്, അല്ലേ? അതൊക്കെ ഡെഫിനറ്റ്ലി പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പക്ഷെ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യർ എന്നുള്ളതാണ് അടുത്ത വാക്ക്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ദുർഘട സമയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത സമയം. അടുത്തത് മനുഷ്യർ സ്വസ്നേഹികളാണ്. അപ്പം മനുഷ്യരെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു കാലത്തിലേക്ക് നാം വരുവാണ്. നിങ്ങൾ എത്രയോ വാർത്തയൊക്കെ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ കേരളത്തിൽ 70 ക്രൈമുകളാണ് നടന്നത്, മേർഡറുകളാണ് നടന്നത്. 70. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കഴിഞ്ഞ 2 മാസത്തിന് കേരളത്തിൽ 25 തുറന്നപ്പോൾ,
നമ്മളൊക്കെ മലയാളികളാണ്, ഇവിടെ കേൾക്കുന്നവരെല്ലാം മലയാളികളാണ്. 2025 ഓപ്പൺ ആയപ്പം ഒരു ഈവിൾ മണ്ഡലത്തിന്റെ അടുത്തൊരു ഘട്ടം തുറന്നു വരുന്നത് ആത്മാവിൽ സെൻസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. എന്താ പറയുന്നത്, എനിക്ക് അത് കാണുമ്പം ഭയങ്കര ഭയം തോന്നും. അത്ര ഒരു ഈവിൾ മണ്ഡലത്തിന്റെ പ്രബലത വളരെ അധികം ആഴത്തിൽ തുറന്നു വരികയാണ്. 70ഓളം ക്രൈമുകളാണ്, അത് മർഡറുകളാണ്. മീഡിയ ടീമുകൾക്ക്, ഹൗസുകൾക്ക് മനസ്സിലാകുന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നില്ല, രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ യൗവനക്കാർക്ക് ഇത് എന്ത് പറ്റിയെന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ വചനത്തിൽ തന്നെയുണ്ട്. ഇത് ദുഷ്കാലമാണ്. ഇത്ര അതിനൊരു ആമേൻ പറയും. ഞാനിത് പറയുന്നത് അന്ധകാരത്തെക്കുറിച്ചും ഇരുട്ടിനെ കുറിച്ചും ഒന്നും കീർത്തിപ്പെട്ട് പറയാനല്ല. ഇതിന്റെ നടുവിൽ എനിക്കും നിങ്ങൾക്കും, ഒന്നുകൂടെ പറഞ്ഞാൽ സഭയ്ക്ക് ഒരു ഉത്തരവാദിത്തം ദൈവം ഏൽപ്പിക്കുന്നു. എന്താണ് ആ ഉത്തരവാദിത്തം? സമയം സമയം സമയം. എനിക്കും നിങ്ങൾക്കും ഒരേപോലെ, നരേന്ദ്രമോദിക്കും ട്രംപിനും എല്ലാവർക്കും ഒരേപോലെ ദൈവം അനുവദിച്ച് തന്ന സമയത്തെ എങ്ങനെ ഉപയോഗിക്കണം? തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി കാലത്തെ ആദ്യത്തെ ഒരു ദൂത് ഇവിടെ നിൽക്കുന്ന സകലർക്കും വേണ്ടി ഞാൻ ആത്മാവിൽ റിലീസ് ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ബ്ലെസ്സിങ് ആയ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാൻ ഒരു ജ്ഞാനം ദൈവത്തിൽ നിന്ന് ഇന്ന് രാത്രികാലം നാം പ്രാപിച്ചേ മതിയാവും. കാരണം ഇത് ദുഷ്കാലമാകിയാൽ നമ്മുടെ സമയത്തെ കൊന്നുകളയുന്ന, നമ്മുടെ സമയത്തെ വലിച്ചുകൊണ്ടു പോകുന്ന, നമ്മുടെ സമയത്തെ സ്റ്റീൽ ചെയ്യുന്ന പല ദുരാത്മ മണ്ഡലങ്ങൾ ഇറങ്ങി നിൽക്കുന്നതിന് നടുവിൽ ഒരു ദൈവത്തെ വിളിക്കുന്ന യഹോവ ഭക്തൻ തന്റെ സമയത്തെ ശ്രദ്ധയോടെ ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മളോട് ഇടപെടും. എത്ര പേർക്ക് ഇതൂത് മനസ്സിലാവുന്നുണ്ട്? ഒരു ആവറേജ് മാന്, ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഇറങ്ങി സംസാരിക്കുക. അവിടെ അങ്ങോട്ടുള്ള ഭാഗങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല, നിങ്ങൾ ആ ഭാഗം പോയി വായിക്കണം. ആത്മാവിൽ നിറയുക, ആത്മാക്കളെ നേടുക, ആത്മാക്കളാൽ കെട്ടപ്പെടുക. ഈ 3 കാര്യങ്ങളാണ് ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചത്. ഒന്നുകൂടെ പറയാം, പോയിന്റൊക്കെ എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കേട്ടോ. ആത്മാവിൽ നിറയാനുള്ള സമയമാണ്, ആത്മാക്കളെ നേടാനുള്ള സമയമാണ്, ആത്മാക്കളാൽ കെട്ടിപ്പടുക്കുവാൻ, നിങ്ങൾ പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് വൺ അനദർ, ചേർച്ച് ഒരുമിച്ച് പണിയപ്പെടാനുള്ള സമയമാണ്. ഇപ്പൊ പറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളൊന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ, കാരണം അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു. പേഴ്സണൽ ഡെലിവറൻസ് ഓർത്താണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മേളിലോട്ട് വരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവരാജ്യ പണിക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്നതിൽ, ആത്മാവിൽ നിറയുന്നതിൽ, ഒന്ന് ഒരുമിച്ച് കെട്ടപ്പെടുന്നതിൽ, ഒന്നുകൂടെ പണിയപ്പെടുന്നതിൽ നിങ്ങളുടെ ഫോക്കസ് മാറിയാൽ ഞാൻ 100% ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവത്തിൽ നിന്ന് കരുതൽ അനുഭവിച്ച ഒരു ഭക്തൻ എന്ന നിലയിൽ പറയട്ടെ, നമ്മുടെ ഓരോ കാര്യത്തിനും ദൈവം മുടക്കം വരുത്തത്തില്ല. ആമേൻ. അത്ഭുതങ്ങളുടെ കലവറകൾ, സ്റ്റോറികൾ എനിക്ക് നിങ്ങൾക്കും കർത്താവിന് മുമ്പിൽ പറയാനുണ്ട്. പക്ഷെ അതിലുപരിയായി ദൈവം നമ്മളോട് ഇടപെടുന്നു, നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാം. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ആവറേജ് മനുഷ്യൻ, ഞാനൊരു സോഷ്യൽ സയൻസ് പ്രൊഫസറും കൂടെ ആയതുകൊണ്ട് അങ്ങനെയും കൂടെ ഞാനൊന്ന് അല്പസമയം നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങൾ എന്നോട് ശ്രദ്ധയോടെ കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു ആവറേജ് മനുഷ്യന്റെ ലൈഫ് എക്സ്പെക്റ്റൻസി ആണുങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുന്നത്, സയൻസ് സ്റ്റഡി പറയുന്നത് 68 വർഷക്കാലമാണെന്ന് പറയുന്നത്. ഓക്കെ, പെണ്ണുങ്ങളെ സംബന്ധിച്ചത് കുറച്ചും കൂടെ ആയുഷ്കാലമുണ്ട്, 73 വർഷമാണ്. അത്രയൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് കർത്താവിന് മാത്രം അറിയാം. ആമേൻ, സ്തോത്രം. ഇന്നത്തെ കാലത്ത് ആരൊക്കെ എപ്പോഴൊക്കെയാ പോകുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത തരത്തിലാണ് നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഞാനൊരു പോസിറ്റീവ് സെൻസിൽ കുറച്ചും കൂടെ ഒരു ആയുസ് ദീർഘമായിട്ട് അങ്ങ് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു 79 വർഷം നാം ജീവിച്ചിരുന്നങ്ങ് ഇരിക്കട്ടെ. ഒരു 79 വർഷം നാം ജീവിച്ചിരിക്കുകയാണ്. 79 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 29,000 ദിവസമാണ്, ഏകദേശം 29,000 ദിവസമാണ്. ഇനി ഒന്നുകൂടെ കണക്ക് പറയുകയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഇത്ര 6 ലക്ഷത്തിലോ 7 ലക്ഷത്തി എന്തോ പരം മണിക്കൂറുകളാണ്. വളരെ ചുരുക്കമേ ഉള്ളൂ പ്രിയ മക്കളെ, നമ്മുടെ കയ്യിലുള്ള സമയം വളരെ ചുരുക്കമേ ഉള്ളൂ.
അത് നമ്മൾ എന്തിനൊക്കെയല്ലേ കളയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, 1-2 പേരോടൊന്ന് റെസ്പോണ്ട് ചെയ്യോ? നിങ്ങൾ ഫ്രീഡത്തിലൊന്ന് ഇരുന്നോ, നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടും, ഉറപ്പായിട്ടും ഇടപെടും. നിങ്ങളൊന്ന് ഫ്രീ ആയിട്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണെന്നൊന്ന് ചിന്തിച്ചിട്ട് വാസ്തവമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഉത്തരം പറയാം. നിങ്ങൾ ചാറ്റ് ബോക്സ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഒരു ഇത്രയും നാളിന്റെ ഇടയിൽ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന എന്തിനായിരിക്കും? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. നമുക്ക് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 1-2 പേരൊന്ന് ഉത്തരം പറയാവോ? നിങ്ങളൊന്ന് ചിന്തിച്ചാല് എങ്ങനെയായിരിക്കാം നമ്മുടെ ഒരു സമയം പോകുന്നത്? ഉറക്കത്തിന് വേണ്ടിയായിരിക്കും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. താങ്ക് യു പ്രിയ ബെന്നിയങ്ങളെ, താങ്ക് യു സോ മച്ച്. ഉറക്കത്തിനാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. മറ്റ് കാര്യങ്ങൾ ആർക്കെങ്കിലും വേറെ 1-2 പേർക്കും കൂടെ ഒന്ന് സംസാരിക്കാം. എന്തോ ഫോണില് അയ്യോ, അത് സത്യം പറഞ്ഞു ആരോ ഒരാൾ. അയ്യോ, ഇപ്പോഴത്തെ തലമുറയും കൂടെ ആണെങ്കിൽ പറയണ്ട. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഡിവൈസുകളിലാണ്. നമ്മുടെ സമയം മൊത്തം കാർന്നെടുക്കുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ കൂടെ തന്നെ ഉണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ അവയവമായി പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നും. എന്റെയും കൂടെ കാര്യം, ബാത്റൂമിൽ പോലും ഫോൺ എടുത്ത് കയറുന്ന തരത്തിൽ നമ്മള് ഒരു ശരീര അവയവമായി പോയോന്ന് എനിക്ക് ചില സംശയം വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ കോളേജിൽ ഒരു മോളെ നമ്മുടെ കോളേജിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ചില സമയങ്ങളിൽ. ക്ലാസ് ടൈമിൽ ഫോൺ ഉപയോഗിച്ചതിന് അവളുടെ ഫോൺ ഒരു ടീച്ചർ പിടിച്ചിട്ട് ആ ഫോൺ തിരിച്ചു കിട്ടാനായിട്ട് അവള് കരച്ചിലല്ല, മൂങ്ങ എന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ ഒരു ഭാഷയിൽ, നാടൻ ഭാഷയിൽ. അവളുടെ കരച്ചില് കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവളുടെ കിഡ്നി ചോദിച്ചതുപോലെയാ ഫോണ് അവളുടെ കയ്യിൽ നിന്ന് പോയപ്പോ ഉണ്ടായ അവളുടെ കരച്ചിൽ. അയ്യോ, അതിൻ്റെ അകത്ത് എന്തോ വിലപ്പെട്ട എന്തോ സാധനം ഉള്ളതുപോലെ അവളത് വിട്ടുകൊടുക്കാതെ അവള് പിടിച്ചു വെക്കുന്ന കണ്ടപ്പോ ഞാൻ ഓർത്തു, എന്റെ കർത്താവേ, എന്തൊരു സമയമാണ് നമുക്ക് അവിടെ പാഴായി പോകുന്നത്. ആരൊക്കെയോ ചാറ്റ് ബോക്സിൽ പറഞ്ഞു, കിച്ചണിലാണ് നമ്മുടെ സമയം പോകുന്നത്. ഡെഫിനറ്റ്ലി സമയം പല ഏരിയകളിലേക്ക് നമ്മുടെ പോവുകയാണ്. പക്ഷെ നമ്മുടെ ജോലിയിലേക്ക് പോകുന്നു, പഠനത്തിലേക്ക് പോകുന്നു, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പ്രതികരിക്കുന്നു. താങ്ക് യു സോ മച്ച്. പക്ഷേ ഇതിന്റെയൊക്കെ നടുവില് ഫാമിലിയിലേക്ക് പോകുന്നു. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ നടുവില് കർത്താവ് നമ്മളോട് പറയാണ്, ഇത് അന്ത്യകാലമാണ്, ഇത് അവസാന നാളുകളാണ്. നിങ്ങൾ വിശ്വസിക്കുമോന്ന് അറിയത്തില്ല, ഞാൻ ഇന്നത്തെ എൻ്റെ ഇംഗ്ലീഷ് സർവീസ് മിനിസ്ട്രി കഴിഞ്ഞിട്ട് വേർഡ് മിനിസ്ട്രി ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഒരു ചെറിയ പൈതൽ, 12th കഴിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പൈതൽ എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ ഈ പറഞ്ഞ ഈ വചനവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ അങ്ങോട്ട് വരികയാണ്. ആ വചനമായിട്ടുള്ള ബന്ധത്തിൽ എന്നോട് പറയാം, അച്ഛാ, ഞാൻ 3 സ്വപ്നം കണ്ടു. 3 സ്വപ്നം, 3ഉം കണ്ടത് കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. നമ്മുടെ കർത്താവ് ഏറ്റവും വേഗത്തിൽ വരുന്നെന്ന് കർത്താവളോട് പറയുക. ഇത്രവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഏറ്റവും വേഗതയിൽ, ഏറ്റവും അടുത്ത് ദൈവത്തിന്റെ വരവ്. അത് ബൈബിളിൽ നമ്മൾ പ്രൊഫസി പരമായി പഠിച്ചാലും ഉള്ളുകൊണ്ട് ആത്മാവിൽ സെൻസ് ചെയ്യുന്ന ഒരു ദൈവമനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും, നാം ചിന്തിക്കുന്നതിലും അപ്പുറം വേഗതയിൽ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കാൻ ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ വളരെ വിനയത്തോടെ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. അവിടുന്ന് ഞാൻ അടുത്തൊരു ഘട്ടത്തിലേക്ക് കയറുകയാണ്. പ്രിയ ബെന്നി അജാൻ നമ്മളോട് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, 79 വർഷത്തിൽ ഒരു മനുഷ്യൻ ഉറങ്ങാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്രയാണെന്നറിയാം? അതിലെ 20 ഞാൻ ആ സ്റ്റഡി ഞങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് അയച്ചു തരാം കേട്ടോ. ഞാൻ ഈ പറയുന്നതൊന്നും വെറുതെ എൻ്റെ ഒരു ഊഹാപോഹം പറയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വായിച്ചൊരു സ്റ്റഡിയാണ് നിങ്ങളോട് പറയുന്നത്. 26 വർഷം ഒരു മനുഷ്യൻ 79 വയസ്സ് വരെ ജീവിച്ചാൽ അദ്ദേഹത്തിന്റെ 26 വർഷം സ്പെൻഡ് ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന എന്തിനാണെന്നറിയാവോ? പ്രിയ ബെന്നിച്ചാൻ ആദ്യമേ ആ ഉത്തരം പറഞ്ഞു, ഉറങ്ങാനാ. നല്ല ഉറക്കം കിട്ടുന്നവരൊക്കെ കര ഉയർത്തി കർത്താവിന് ഒരു നന്ദി പറഞ്ഞാട്ടെ. ഈ ദിവസങ്ങളൊക്കെ എന്തോരം യൗവനക്കാരാണെന്നറിയോ വരുന്നത്, ഉറക്കമില്ലാത്ത ഒരു വലിയ, നമ്മൾ ഈ പറഞ്ഞ പോലെ വിസ കിട്ടാത്തതിനും കുഞ്ഞ് ശരിയാവാത്തതിനും വലിയ അത്ഭുതങ്ങൾ നടക്കാത്തതിനും ശുശ്രൂഷ വർദ്ധിക്കാത്തതിനും ഒക്കെ ദൈവത്തോട് പരിഭവത്തിലും വിഷമത്തിലും ഇരിക്കുന്നെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. അതൊക്കെ വിട്ടിട്ട് നല്ലൊരു ഉറക്കം ദൈവം തരുന്നതിന് ഒരു നല്ല ദൈവത്തിന് നന്ദി പറ. ഇന്ന് രാത്രികാലവും കർത്താവ് എന്തൊക്കെയാ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. എന്തൊരു വിടുതലുകളാണ് നമ്മൾ അനുഭവിക്കുന്നത്.
അപ്പം എന്നെ അത് വളരെയധികം ചിന്തിപ്പിച്ചു. നാം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഉറക്കത്തിനാണെങ്കിൽ ആ ഉറക്കത്തിനൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ, ആ ഉറക്കത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റിയാൽ, ഈ 79 വർഷത്തിൽ 26 വർഷവും ദൈവത്തിൽ നിന്നുള്ള ചില ഇടപെടലുകൾ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ലേ? എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയട്ടെ. ഈ 26 വർഷത്തിൽ 7 വർഷം കൂടെ ആഡ് ചെയ്യണം. എന്തിനാണെന്നറിയോ? 33 വർഷമാവും ഒപ്പം. അതായത് ഞാൻ നിങ്ങൾ ഒന്നുകൂടെ പറയാം, 79 വർഷം ഒരു മനുഷ്യൻ ജീവിച്ചാൽ 26 വർഷം സ്റ്റഡീസ് പറയുന്നത് നമ്മൾ ഉറക്കത്തിന് ഉപയോഗിക്കുന്നു. ശരാശരി ഒരു മനുഷ്യന് വേണ്ടത് 7 മണിക്കൂർ ഉറക്കമാണെന്നാണ് പറയുന്നത്. ഏകദേശം 6 മുതൽ 7 മണിക്കൂറൊക്കെ നമ്മളെല്ലാവരും ഉറങ്ങുന്നുണ്ടെന്നാണ്, അല്ലേ? അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ അവസാനം നിങ്ങൾ ഒന്ന് പ്രത്യേകം എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ 26 വർഷം നിങ്ങൾ ഉറങ്ങുന്നുണ്ട്. ആ 26 വർഷത്തിനോടൊപ്പം ഒരു 7 വർഷം കൂടെ ആഡ് ചെയ്യണം. എന്തിനാണെന്നറിയോ? ഉറക്കത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്. എന്നിട്ട് പറഞ്ഞാൽ ബെഡിൽ കയറി അല്ലെങ്കിൽ രാത്രിയിൽ നാം ഉറങ്ങാൻ എടുക്കുന്ന സമയം കണക്ക് കൂട്ടിയാൽ അത് തന്നെ ഒരു 7 വർഷമുണ്ട്. എത്ര മണിക്കൂറുകളാണെന്നറിയോ നമ്മൾ അതിനെ സ്പെൻഡ് ചെയ്തു. ഞാൻ എന്തിനാ ഇത് നിങ്ങളോട് പറഞ്ഞതെന്നറിയാവോ? ദൈവത്തിന്റെ ആത്മാവ് ഏറ്റവും കൂടുതൽ നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു എൻഡ് ടൈം ലാംഗ്വേജ് ആണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ അത് നിങ്ങളടുത്ത് ഒന്ന് കൈമാറാനും അതിനുവേണ്ടി ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് നിങ്ങളോട് ഇത്രയും കോണ്ടെക്സ്റ്റ് പറഞ്ഞത്. നിങ്ങളോട് ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ഉറക്കത്തിന് വേണ്ടി നാം ഒരുങ്ങുന്ന സമയത്തിൽ നാം ഒന്ന് ആത്മാവിൽ എക്സ്പെക്ടേഷനോടുകൂടെ ഉറങ്ങിയാൽ എഴുന്നേറ്റ് വരുന്നത് വലിയ വിടുതലോടുകൂടെ ആയിരിക്കും. എത്ര പേര് അതിനൊരു ആമേൻ പറയും? ഗൗരവമൊക്കെ വിട്ടിട്ട് എത്ര പേര് അത് വിശ്വാസത്തോടെ ഒരു ആമേൻ പറയാൻ പറ്റുമോ? എൻ്റെ ലൈഫിൽ നിന്ന് പറയാം, ജീവിതത്തില് അത്ഭുതകരമായ വിടുതലുകൾ, തിരിവുകൾ, ശുശ്രൂഷയിലുള്ള മുന്നേറ്റങ്ങൾ, ദൈവിക നിയോഗങ്ങൾ, ഇൻസ്ട്രക്ഷനുകൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ, കലവറകൾ, പ്രവചനങ്ങൾ, വിളിയെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ദൈവ ശബ്ദങ്ങൾ ഒക്കെ എൻ്റെ ലൈഫിൽ തുറന്നു വന്നത്, നിങ്ങൾ വിശ്വസിക്കുമോ, ഉറക്കത്തിലാണ്. എത്ര പേര് ഉറക്കത്തെയൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്? എത്ര പേരോ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഉറക്കത്തെ സീരിയസ് ആയിട്ടൊന്ന് കണ്ടാൽ ഈ ദുഷ്കാല സമയത്തെ നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇന്നും ചർച്ചിൽ ചോദിച്ചു, ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നവർ ഒക്കേഷണലി കാണുന്നവർ പോട്ടെ, നിരന്തരമായി സ്വപ്നങ്ങളെ കാണുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി കാണിക്കുക. ജസ്റ്റ് നിങ്ങൾ സ്വപ്നം കാണുന്നവരുണ്ട്. ഓക്കെ, എല്ലാവരും കൈ ഉയർത്തുന്നില്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്, കുറച്ച് പേർക്ക്. ഒന്നുകൂടെ, ഒക്കേഷണലി ഞാൻ പറയുന്ന മീനിങ് ഫുൾ ഡ്രീം അല്ല, എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നല്ല. അത് എത്ര പേർക്ക് അറിയാം? എക്ലേസിയാസ്റ്റസ് ഒക്കെ വായിച്ചാൽ മതി. ഞാൻ ഇപ്പൊ പറയുന്നത് എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ 5 വേഴ്സ് 3 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എല്ലാ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല. അതിലോട്ടൊന്നും നമ്മൾ കറക്കുന്നില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാ സ്വപ്നവും, ചില സ്വപ്നങ്ങൾ നമ്മൾ രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ ആവാം, പിച്ചയൊക്കെ കഴിച്ചിട്ട് കിടന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണും. ചില സ്വപ്നങ്ങൾ രാത്രി കണ്ട സിനിമകളുടെ ആവാം. രാത്രി സിനിമയൊന്നും കാണാത്തവരാണെങ്കിൽ നിങ്ങൾ നല്ലത്. പല കാരണങ്ങൾ കൊണ്ടാവാം. ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ചില ഇടപെടലുകൾ, ചില ശബ്ദങ്ങൾ, ഞാനിത് ഒരു നിയോഗത്തിലാണ് ഇന്ന് പകൽ നിങ്ങളോട് കൈമാറുന്നത്. കാരണം ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഉറങ്ങാൻ കയറുമ്പം ചിലരെ കർത്താവ് ചില ദിവ്യ ദർശനങ്ങളും സ്വപ്നങ്ങളും കാണിക്കാൻ പോകുന്നുണ്ട്. എത്ര പേര് അതിനൊരു ആമേൻ പറയും? അവൻ ഇന്ന് രാത്രി പോലും ചില ഇടപെടലുകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ ഹൃദയത്തെയും പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ ചില ദൈവപ്രവൃത്തികൾ നടക്കും. അങ്ങനെ വചനം പറയുന്നുണ്ടോ? ഒന്ന് എടുത്തേ മോളെ, ജോബ്, ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 33, യോബിന്റെ പുസ്തകം 33 12 വാക്യമാണോ? ഒന്ന് എടുത്തേ മോളെ, ദ ബുക്ക് ഓഫ് ജോബ് 14 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗം ആദ്യം ഒന്ന് വാക്ക് പറഞ്ഞോട്ടെ.
ഗോഡ് സ്പീക്സ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ദൈവം അരുളി ചെയ്യുന്നു. അത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് നമ്മുടെ കേൾവിയുടെ പ്രശ്നമാണ്. പക്ഷെ ദൈവം അരുളി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എല്ലാവരും ഇനിയും വെയിറ്റ് ചെയ്യല്ലേ. നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഭയവും ഭക്തിയും ആത്മാവിലുള്ള ആർജവും ഒക്കെ വരുന്ന എപ്പോഴാണ്? ഒരു പ്രവാചകൻ നമ്മുടെ നടുവിൽ വരുമ്പോഴല്ലേ. അയ്യോ, അപ്പൊ നമ്മുടെയൊക്കെ ഒരു എന്തൊരു പ്രാർത്ഥന. എന്നെ അന്യഭാഷയൊക്കെ അങ്ങ് തിളക്കുക, അങ്ങ് ചാടുകയും മറിയുകയും. കാരണം നമ്മളെല്ലാം ആന്റിസിപ്പേറ്റ് ചെയ്യുക. എന്താ അതിന്റെ പ്രശ്നം? നമുക്ക് നാളെ കുറിച്ചുള്ള ഭയങ്കര വ്യാകുലതകളുണ്ട് അല്ലെ. നമ്മൾ തുറന്ന് സമ്മതിച്ചാൽ മതി. നമുക്ക് അറിയണം എന്താണ് സംഭവിക്കാറ്. ഞാൻ നിങ്ങളോട് പറയട്ടെ എന്റെ ദൈവമക്കളെ, എന്റെ ലൈഫില് ദാവീദിന്റെ ലൈഫ് എന്നെ ഭയങ്കരമായിട്ടും ഒരു വിഷയം വന്നപ്പോ ശൗല് പ്രവാചകനെ തേടിപ്പോയ മനുഷ്യൻ. ശമൂവേൽ പ്രവാചകനെ തേടിപ്പോയ ദാവീദിനെ തേടി വന്നാണ് പ്രവാചകൻ. ഞാൻ എൻ്റെ ലൈഫില് എനിക്ക് ഇന്ന് നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നറിയത്തില്ല, ഒത്തിരി അഭിഷക്തന്മാരെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒത്തിരി ആത്മബന്ധങ്ങളുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ ആരെയും വിളിച്ചൊരു ആലോചന ചോദിക്കേണ്ടോ? അതിന്റെ അർത്ഥം ആലോചനകൾ വേണ്ടെന്നോ പ്രവചനങ്ങൾ വേണ്ടെന്നോ ഒന്നുമല്ല. പ്രവചനങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. ദൈവഹിതമാണെങ്കിൽ നിങ്ങൾക്ക് വരേണ്ട ദൈവശബ്ദം നിങ്ങളുടെ കട്ടിലിൽ, നിങ്ങളുടെ ഉറക്കത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ഉറപ്പുള്ളവരൊക്കെ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ആരും എന്റെ പൊന്നു ദൈവമക്കളെ, അഭിഷക്തന്മാര് വേണം, പ്രവാചകന്മാരുടെ മുഖാന്തരം എന്തോരം ദൈവശബ്ദങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു. പക്ഷേ ഒരു പ്രവാചകൻ വരുമ്പോൾ മാത്രമല്ല ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത്. ഇന്ന് രാത്രികാലം ഉപവാസത്തിലായിരിക്കുന്ന വിശ്വാസികളെ, ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, ഓരോ ദിവസവും ദൈവത്തിന് നമ്മളോട് ഇടപെടാൻ ദൈവം അരുളി ചെയ്യുന്നു. ഗോഡ് ഇസ് എ സ്പീക്കിംഗ് ഗോഡ്. നമ്മുടെ ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. നമ്മുടെ ദൈവത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. നമ്മളോട് ഡെയിലി സംസാരിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ കൂടെ മാത്രമല്ല, പല രീതിയിൽ ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മളോട്, ഓരോ വ്യക്തികളോട് നടക്കുന്നു. ദ പ്രോബ്ലം ഈസ് വി ആർ നോട്ട് ഏബിൾ ടു ലിസൺ. നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലരെയും ആശ്രയിക്കേണ്ടി വരുന്നത്. ആശ്രയിക്കുന്നത് തെറ്റല്ല, ആശ്രയിക്കണം. ചില കാര്യങ്ങൾക്ക് നമുക്ക് അന്യോന്യം ആശ്രയിക്കാൻ തന്നെ ദൈവം വെച്ചിരിക്കുന്നു. അതൊക്കെ ശരിയാണ്, അതൊക്കെ വചനത്തിന്റെ പ്രിൻസിപ്പിളുകളാണ്. പക്ഷെ എപ്പോഴും നാം പലരെയും ആശ്രയിക്കേണ്ടി വരുന്നത് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ക്ലിപ്തത, നമുക്കൊരു കൃത്യത ഇല്ലാത്തതുപോലെ തോന്നുന്നതിന്റെ കാരണം ദൈവത്തിന്റെ ഇടപെടലുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആമേൻ. ഇവിടെ എങ്ങനത്തെ എഴുതിയേക്കുന്ന മോളെ ഒന്നോടൊന്ന് വായിച്ചേ. 1-2 തവണ, 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ല താനും. അയ്യോ, ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഓരോരുത്തരും പ്രശ്നം ഇതാ, നമ്മളത് കൂട്ടാക്കുന്നില്ല. ഇംഗ്ലീഷിൽ നോബഡി ഈസ് നോട്ടീസിങ് എന്നങ്ങ് എഴുതി. നോട്ടീസിങ്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമുക്കത് കൂട്ടാക്കാൻ കഴിയുന്നില്ല, നമുക്കത് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ പറ്റുന്നത് ദൈവത്തിന്റെ വിലപിടിപ്പുള്ള കമ്മ്യൂണിക്കേഷനെ നാം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, ദൈവമേ എന്തുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്? ദൈവമേ അയ്യോ, എന്നാലും നീ എന്നോടത് പറഞ്ഞില്ലല്ലോ. ഈ എത്ര വലിയ ദുരന്തം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. കർത്താവ് ഇടപെടാഞ്ഞിട്ടൊന്നും അല്ല, നമുക്ക് കേൾക്കാൻ സമയമില്ലാതായിപ്പോയി. നമുക്ക് കേൾക്കാനുള്ള നമ്മുടെ ആത്മതലം അത്രയും ഷാർപ്പായിരുന്നില്ല, നമുക്കത് പിടിക്കാൻ പറ്റിയില്ല. എന്നാൽ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ വിടുതലുകളൊക്കെ സംഭവിച്ചത് സ്വപ്നത്തിൽ കൂടെയാണ്. ദൈവത്തിന്റെ ഇടപെടലുകൾ ഒത്തിരി സംഭവിച്ചത് സ്വപ്നത്തിൽ കൂടെയാണ്. ഇനിയും ഇവിടെ ഈ ദൈവശബ്ദത്തെ കേൾക്കാൻ പറ്റിയാൽ നമ്മളിൽ നടക്കുന്ന 4 വിധത്തിലുള്ള വിടുതലുകൾ താഴോട്ട് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണത്? വായിച്ചേ മോളെ താഴോട്ട്. ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഉറങ്ങുന്നതും കട്ടിലിൽ കിടക്കുന്നതും ഒക്കെ കാര്യം. ഇത് നമ്മളോട് എല്ലാവരോടുള്ള ദൂതാന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും സോക്കോള്ള ആൾക്കാർക്ക് വേണ്ടി ഉള്ളതല്ല. എന്റെ ശബ്ദത്തെ ഇന്ന് രാത്രി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. അപ്പോ ഗാഢനിദ്ര വരുമ്പം, നമ്മൾ കട്ടിൽ കിടക്കുമ്പം എന്ത് സംഭവിക്കും? സ്വപ്നത്തിൽ, രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു. അവരോടുള്ള ചെവി തുറക്കുന്ന. എന്ത് ചെവിയാ? ഈ ചെവിയല്ല, നമ്മുടെ ആത്മാവിന്റെ ചെവി. നമ്മുടെ ആത്മശബ്ദങ്ങളെ സെൻസ് ചെയ്യുന്ന ഒരു സെൻസറി ഓർഗൻ, ഇംഗ്ലീഷിൽ ഒരു സ്പിരിച്വൽ സെൻസറി ഓർഗൻ
ദൈവത്തിന് തുറക്കാൻ താല്പര്യമുണ്ട്. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, ഇന്നു മുതൽ ചിലരുടെ ചെവികൾ തുറന്നു വരും. ദൈവ ശബ്ദങ്ങളെ കേൾക്കത്തക്കവണ്ണം ഒരു ചെവിയുടെ തുറവി യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വിടുതലിനെ ഇപ്പോൾ അയച്ചു പ്രാർത്ഥിക്കുന്നു. നാളുകളായി മന്ദമായിരിക്കുന്ന, കേൾക്കാൻ കഴിയാതെ വണ്ണം, കാണാൻ കഴിയാതെ വണ്ണം, ആത്മീയ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം അന്ധമാക്കുന്ന എല്ലാവിധ ദുർവ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ, യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഓക്കെ, അപ്പം ഈ ചെവി തുറന്നു വന്നാൽ എന്ത് സംഭവിക്കും? അടുത്ത വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്, മോളെ വായിച്ചോ. അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. അതൊരു വലിയ കാര്യമായിട്ട് അതെനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രം. സ്വപ്നങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ സീൽ ചെയ്യുന്നു. ആ ഡ്രീമുകൾക്ക് ഒരു സീലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പല സ്വപ്നങ്ങളും നമുക്ക് മനസ്സിലാവാത്തതിന്റെ കാര്യം. നിങ്ങൾ എത്ര പേര് കൈപൊക്കി? നിങ്ങൾ കുറെ പേരൊക്കെ കൈപൊക്കി സ്വപ്നങ്ങൾ കാണുന്നുണ്ടെന്ന്. കൈ പൊക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു സത്യം പറയട്ടെ. ന്യൂറോ സയൻസ് ആണ് ഞാൻ പറയുന്നത്. ന്യൂറോ സയൻസ് ശാസ്ത്രമാണ് പറയുന്നത്, തെളിയിക്കപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ശാസ്ത്രം പറയുന്നത് എല്ലാ വ്യക്തിയും ഓൾമോസ്റ്റ് എവറി നൈറ്റ്, നാം ഉറങ്ങുമ്പോഴൊക്കെയും എല്ലാവരും സ്വപ്നം കാണുന്നെന്നാണ് ശാസ്ത്രം പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിക്കും നമ്മൾ കാണുന്നില്ലെന്നില്ല. അതാ ഇപ്പൊ പറഞ്ഞ നോട്ടീസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ല, കൂട്ടാക്കുന്നില്ലെന്ന് വചനത്തിൽ എഴുതിയില്ല. ചിലർ പറയുന്നില്ലേ, ഞാൻ ഒരു സ്വപ്നവും കാണാറില്ല. കണ്ടാലൊട്ട് സ്വപ്നം കാണാത്തത് കൊണ്ടല്ല, നിങ്ങൾക്കത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ സ്പിരിറ്റിൽ കണ്ടത്, ദൈവം നിക്ഷേപിച്ചതിനെ നിങ്ങളുടെ മൈൻഡിലോട്ട്, നിങ്ങളുടെ മനസ്സിലോട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. അതിനുമുമ്പ് അത് നഷ്ടപ്പെട്ടു പോകുക. ഞാൻ പറയുന്നത് ശരിയാണോ? ചിലരോടുള്ള വ്യക്തമായ ഇടപെടലാണ് ഞാൻ പറയുന്നത്. ശരിയാണോ? എന്താ പറ്റുന്നത്? പറവ വന്ന് പറക്കി എടുത്തുകൊണ്ട് പോകും അല്ലേ? നമ്മൾ എണ്ണീക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് അത്രയും ക്ലോക്ഡ് ആയതുകൊണ്ട്, നമുക്ക് അത്രയും മൈൻഡിൽ ബിസി ആയതുകൊണ്ട്, പലവിധ വിഷയത്തിൽ നാം കറങ്ങിയിരിക്കുന്നത് കൊണ്ട്, നാം ഉറക്കത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ചിലർക്ക് ഒരു ബോധ്യം കിട്ടും. നിങ്ങൾക്ക് ഇത് ഇങ്ങനെയൊക്കെയുള്ള ഫീലിങ്ങുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എണ്ണീക്ക് അയ്യോ എന്തോ ഒന്ന് കണ്ടായിരുന്നല്ലോ, അയ്യോ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, എന്തോ വളരെ സീരിയസ് ആയിരുന്നല്ലോ, എന്തോ ഒരു ഇടപെടലായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചവരുണ്ടോ? അങ്ങനെയൊക്കെ സംഭവിച്ചവരുണ്ടോ? അല്ലേ? എന്താ അതിന്റെ കാരണം? അത് മനസ്സ്, നമ്മുടെ സ്പിരിറ്റ് മാൻ അലൈവ് ആണ്, നമ്മുടെ മനസ്സ് ഭയങ്കരമായി ബിസിയാണ്. ആൻസൈറ്റീസ് ആവാം, പ്രശ്നങ്ങളാവാം, മറ്റ് പലതരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മൈൻഡ് പൊല്യൂട്ടഡ് ആയത്, കറപ്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആ ദൈവശബ്ദത്തെ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ ലാംഗ്വേജിലേക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ പ്രശ്നം? സീൽ ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സീൽ ചെയ്യപ്പെട്ടു എന്താ അതിന്റെ അർത്ഥം? മറ്റൊരർത്ഥം എന്താന്ന് പറഞ്ഞാൽ, ചില സ്വപ്നങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് ഭയങ്കരമായിട്ടും റോയൽ ഫെയിലിയർ എന്നൊക്കെ പറയത്തില്ലേ, രാജകീയ തോൽവി എന്നൊക്കെ പറയുന്ന പോലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെയാണ് പറയുന്ന പോലെ പല രീതിയിലുള്ള നമ്മുടേതായിട്ടുള്ള കുറെ വ്യാഖ്യാനങ്ങൾ വെച്ചിട്ട് അതിനെ അങ്ങ് വ്യാഖ്യാനിക്കുക. അങ്ങനെയൊന്നും അല്ല. വചനത്തിൽ, ബൈബിളിൽ റെക്കോർഡഡ് ആയിട്ടുള്ള 28 സ്വപ്നങ്ങളുണ്ട്. 28 സ്വപ്നങ്ങൾ. അതിൽ 8 പുതിയ നിയമത്തിലും 20 പഴയ നിയമത്തിലും. ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏതാണെന്നറിയാം? ഉൽപ്പത്തി പുസ്തകമാണ്, ദ ബുക്ക് ഓഫ് ജെനസിസ്. 12 സ്വപ്നങ്ങളുണ്ട് അതിൽ. ഈ സ്വപ്നങ്ങളിൽ ഡയറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് ഉള്ള സ്വപ്നങ്ങളുണ്ട്, സിംബോളിക് ഡ്രീമുകളുണ്ട്, വ്യാഖ്യാനിക്കപ്പെട്ടേ പറ്റുമോ. അങ്ങനത്തെ ഡ്രീമുകളാണ് നമുക്ക് വരുന്നതെങ്കിൽ ദൈവാത്മാവിലല്ലാതെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ഓർത്തു പോയിക്കേ, കാള, കറ്റ, ഇതൊക്കെ കണ്ടിട്ട് യോസഫിന്റെ ഒരു വ്യാഖ്യാനം കേട്ടാൽ നമ്മൾ പോലും ഞെട്ടിപ്പോയി. ഇതെന്ത് വ്യാഖ്യാനം? എന്താ പറയുന്ന അപ്പക്കാരന് ഒരു സ്വപ്നം, എന്താ പറയുന്ന നിങ്ങൾ ആ സ്വപ്നം എടുത്തു നോക്കുക, വ്യാഖ്യാനം എടുത്തു നോക്കുക, ഒരു ബന്ധവുമില്ല. ഏഴ് പശുക്കള്, അത് കഴിഞ്ഞിട്ട് തിന്ന് തടിച്ച പശുക്കള്, അത് കഴിഞ്ഞിട്ട് കൊഴുത്തിട്ടില്ലാത്ത പശുക്കള്. നമ്മളാണെങ്കിൽ എങ്ങനെ വ്യാഖ്യാനിച്ചേനെ? രാജാവെ, ഒരു പോൾട്രി ഫാം തുടങ്ങാൻ സമയമായെന്ന് എന്തോ എന്നോടൊരു നമ്മൾ പറയത്തില്ല. നമ്മൾക്ക് ആർക്കെങ്കിലും കിട്ടുമോ? എന്താ പറയുന്ന ഈ
ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ സ്വപ്നവും സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് സീൽഡ് ആയിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഒരു പരിജ്ഞാനം വേണം. അതിനാണ് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞ ഒരു ഇമ്പാർട്ടേഷൻ നടക്കണമെന്ന് പറഞ്ഞു. ആ ഇമ്പാർട്ടേഷൻ നടന്നാൽ നമ്മളിൽ ദൈവം ഇടപെടുന്ന ഒരു എൻഡ് ടൈം ലാംഗ്വേജ് ആയ ഡ്രീംസ് നമുക്ക് ഓപ്പൺ ആണ്. ഒത്തിരി പ്രവാചകന്മാർ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൊഫറ്റിക് ഓഫീസുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ആ പ്രൊഫറ്റിക് ഓഫീസ് ഓപ്പറേറ്റ് ചെയ്ത് ആരംഭിക്കുന്നത് സ്വപ്നങ്ങളിൽ കൂടെയാണ്. ഈ സ്വപ്നത്തിൽ കൂടെയാണ് അവർ മറ്റ് മേഖലകളിലേക്ക്, ആത്മീക മേഖലകളിൽ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളല്ല. ഇത് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ഒന്നുകൂടെ വചനം പഠിച്ചാൽ മനസ്സിലാവും വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ദൈവത്തിന്റെ ഇടപെടലുകളുള്ളത്. ഈ സ്വപ്നങ്ങളിൽ പലതും ദൈവം ഇടപെട്ടത് ആരോടാണെന്നറിയോ? ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്തവന്മാർക്കാ. അങ്ങനെയാണെങ്കിൽ എത്രയധികം ദൈവം നമ്മളോട് ഇടപെടും, എത്രയധികം ദൈവം നമ്മളോട് സംസാരിക്കും, എത്രയധികം ദൈവം നമ്മളോട് കാര്യങ്ങളെ കൈമാറും. ആമേൻ, ആമേൻ, ആമേൻ. അപ്പം സ്വപ്നം കാണുന്നില്ലെന്ന് ആരും പറയരുത്. ശാസ്ത്രീയമായിട്ട് അത് തെറ്റാണ്. സ്വപ്നം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാം ദൈവത്തിൽ നിന്നാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പല സോഴ്സുകളുണ്ട്, അതിലൂടെ ഞാൻ കയറുന്നില്ല. പക്ഷെ കാണുന്നത് റീകോൾ ചെയ്യാൻ കഴിയുന്നില്ല. 98% സ്വപ്നങ്ങൾ മറന്നു പോകുന്നെന്നാണ് പറയുന്നത്. സ്വപ്നം എണ്ണീക്കുമ്പോൾ തന്നെ ഇതിന്റെ നടുവിലും കൃത്യമായ സ്വപ്നങ്ങളെ കണ്ട് എണ്ണീക്കാൻ കർത്താവിന്റെ കൃപ ചിലരുടെ മേൽ ഇന്ന് പകൽ. നിങ്ങൾ എൻ്റെ പാട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒത്തിരി പേര് പറഞ്ഞു, കർത്താവ് തന്ന പാട്ടുകൾ ഒത്തിരി നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, അതിലുള്ള ഓരോ പാട്ടും എനിക്ക് കിട്ടിയത് എൻ്റെ സ്വപ്നങ്ങളിലാണ്. ആരും ഒരു ആമേൻ പറഞ്ഞ് ഞാൻ കാണുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുമോ? 2014 എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര ഒരു ദൈവമനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിൽ പോയി അദ്ദേഹം ബൈബിൾ ധ്യാനിക്കുന്ന കട്ടിലിൽ പോയി കിടന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി, അതിനു മുമ്പ് ദൈവിക സ്വപ്നങ്ങൾ കാണും. ഈ പ്രത്യേക തരം സ്വപ്നം ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് വരുന്നത്, അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ടോ? ഉണ്ട്, വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ശലോമോൻ ഉറങ്ങി എണ്ണീറ്റപ്പോൾ ജ്ഞാനിയായി മാറി. എന്താ പറ്റിയത്? അത് പഠിച്ചെടുത്ത ജ്ഞാനമല്ല, ദൈവം അവന് കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. അപ്പൊ ആ ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കുമ്പോ എന്തൊക്കെ നേടി വരാമെന്നുള്ളത് നിങ്ങളും ദൈവമായിട്ട് തീരുമാനിക്കണം. എന്തും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ദൈവം എന്ത് ചെയ്യും ചോദിച്ചാൽ ദൈവം എന്തും ചെയ്തു കളയും. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. 2014 എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഉറക്കത്തിൽ ഞാൻ മയങ്ങി ഉറക്കത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ സമയമായപ്പോൾ ഞാൻ ഉറക്കത്തിലാണ്, പാതി മയക്കത്തിലാണ്. ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, മഹോന്നതം മഹോന്നതം തിരുനിമിത്തം അതിശ്രേഷ്ഠം, തിരഞ്ഞെടുപ്പോ അവർണ്ണനീയം, വർണ്ണിച്ചിടാൻ വാക്കുപോരാ, നിൻ കരുതൽ അനന്യം. ചുമ്മാ വരികളല്ല, ട്യൂണോടൊപ്പം ഈ വരി എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പാട്ടായിട്ട് വരിക. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ആ ഉറക്കത്തിൽ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ സുബോധം വന്നു. വീണ്ടും എൻ്റെ ഉള്ളിൽ ഈ പാട്ട് ഇങ്ങനെ കേൾക്കും. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യത്തെ ലൈഫിൽ ആ പാട്ട് ഇതുവരെ ഞാൻ പുറത്തിറക്കിയിട്ടില്ല. 10 വർഷം മുമ്പത്തെ പാട്ടാണ്. ഓരോ പാട്ട് ഇറങ്ങുന്നത് വർഷങ്ങൾ, 10-15 വർഷം കഴിഞ്ഞിട്ട് ഒരു പാട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് അതിനൊക്കെ അത്ര വീര്യമുള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം വചനത്തിലെ വാക്യങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അത് ജീവനായി മാറുന്നത്? കാരണം അത് ഒത്തിരി വർഷങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് അത് പാകപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ജീവനായി മാറി ഒക്കെ പുറത്തു വരുന്നതുകൊണ്ട് അത് ജീവനാകും. എനിവേസ്, ആ പാട്ട് കേട്ട ഉടനെ ഞാൻ എൻ്റെ ഫോണിന്റെ റെക്കോർഡർ എടുത്ത് അത് അങ്ങനെ പാടിയിട്ടു. നിങ്ങൾ സോങ് റൈറ്റിംഗ് വർക്ക്ഷോപ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് പാട്ട് കഷ്ടപ്പെട്ട് എഴുതി റിലീസ് ചെയ്യുന്നതിലൊക്കെ എന്തോരം ബുദ്ധിമുട്ട് ആൾക്കാര്. ഇതൊന്നും വേണ്ട, കണ്ണടച്ച് ഉറങ്ങി എണ്ണീക്കുമ്പോൾ മുഴുവൻ സ്റ്റാൻസയോടൊപ്പം ഉള്ള പാട്ട് കേട്ട് എണ്ണീക്കുന്ന അനുഭവങ്ങൾ ഒന്നല്ല, പല മൾട്ടിപ്പിൾ തവണ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. രാമേൻ നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമേൻ പറഞ്ഞാട്ട്. ദൈവത്തിന് അതല്ല, അതിൻ്റെ അപ്പുറവും ചെയ്യാൻ കഴിയും. എൻ്റെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു സ്വപ്നം കൂടെ പറയാം. ഒരു സ്വപ്നം കൂടെ, പിന്നീട് ഞാൻ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസസ് പറയത്തില്ല. ഞാൻ ഒന്നുകൂടെ വചനത്തിലേക്ക് കയറും. ഞാൻ എന്നിട്ട് ഈ പാട്ട് 2016 2017 സമയത്ത് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ
ഹൃദയത്തിലൊരു ഭയങ്കര ചെസ്റ്റ് പെയിൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വരും. ഞങ്ങളിങ്ങനെ കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കയറി എൻ്റെ ഹൃദയത്തിൽ ഒരു ചെസ്റ്റ് പെയിൻ, എനിക്ക് ഭയങ്കര പെയിൻ വരും. അപ്പൊ തന്നെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഒരു പെയിൻ വരും. ആ ചെസ്റ്റ് പെയിൻ ഒക്കെ വന്നാൽ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായ തകരാറുണ്ട്. വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ ഞാനത് ഹോസ്പിറ്റലിൽ എനിക്ക് അന്നും ഇന്നും പോകുന്നതിനോട് എനിക്ക് ചെറിയൊരു മടിയുണ്ട്. എൻ്റെ മാനസികമായ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അത് വീട്ടിൽ പറയാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് മാസങ്ങളായിട്ട് ഈ പെയിൻ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പം വൈകിട്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഡിസംബർ ഒരു മന്ത് ഇങ്ങനെ എനിക്കിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബോധ്യം വരുമോ, ഡിസംബർ. ഞാൻ വീട്ടിലൊക്കെ പറയുന്നുണ്ട്, അമ്മയോട് പറയുന്നുണ്ട്, എന്താ അറിയില്ല, പ്രാർത്ഥിക്കാൻ എനിക്കുള്ള ഡിസംബർ മന്ത് ഇങ്ങനെ വരുന്നു. ഓർമ്മ വരുന്നു. എനിക്കറിയത്തില്ല ഡിസംബർ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു രാത്രി എനിക്കൊരു സ്വപ്നം ഉണ്ടായി. രാത്രി ഒരു സ്വപ്നത്തിൽ ഇന്നറിയപ്പെടുന്ന, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദൈവമനുഷ്യൻ. അന്ന് ഞാൻ ആ മനുഷ്യനെ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മിനിസ്ട്രി ഒക്കെ ഓൺലൈനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അതിനുശേഷം 2020 അദ്ദേഹവുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാവാനും ഒത്തിരി അടുത്ത് ഇടപെടാനും അദ്ദേഹത്തിന്റെ ചർച്ചയിൽ പോയി മിനിസ്ട്രി ചെയ്യാനും ഒക്കെ ഉള്ള ദൈവ അവസരങ്ങൾ തന്നു. ഇന്ന് കേരളത്തിൽ ദൈവം ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു ദൈവമനുഷ്യൻ. ആ മനുഷ്യനെ ഞാൻ സ്വപ്നത്തിൽ കാണുക. ആ മനുഷ്യൻ ഒരു ക്യൂവിൽ ഞാൻ നിൽക്കുകയാണ്, ആ മനുഷ്യൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്, ആ ദൈവമനുഷ്യൻ്റെ അടുത്ത്. അപ്പൊ എന്റെ ടേൺ ഞാനും എൻ്റെ അമ്മയുണ്ട്. എന്റെ ടേൺ വന്നപ്പോഴത്തേക്ക്, സ്വപ്നമാണ് ഞാൻ പറയുന്നത്, എന്റെ ടേൺ വന്നപ്പോഴത്തേക്കും ആ ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ചിട്ട് ഉടനെ എന്നോട് ചോദിക്കുകയാണ്, ഡിസംബർ എന്നൊരു മന്ത് നീ പ്രാർത്ഥിക്കാനിരിക്കും ദൈവം നിന്നോട് ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി സ്വപ്നത്തിൽ. എൻ്റെ അമ്മയെ കേട്ടോ, ഈ പുള്ളി പറയുന്നത് കേട്ടോ, ഡിസംബർ. ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ അതേ പാസ്റ്റർ, ശരിയാണ്, കുറെ നാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ഡിസംബർ എന്നൊരു മന്ത് ദൈവാത്മാവിനോട് ഇടപെടുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. ഉടനെ അടുത്ത ദൈവമനുഷ്യൻ പറയാണ്, ആ സ്വപ്നത്തിൽ എന്നോട് പറയാണ്, നിന്റെ ഈ ചെസ്റ്റിനൊരു പെയിൻ കുറച്ച് മാസങ്ങളായിട്ട് നീ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വീണ്ടും ആരും അറിയാത്ത, എൻ്റെ സുഹൃത്തുക്കൾ മാത്രം അറിയാം, വീട്ടിലാർക്കും അറിയത്തില്ല, എനിക്ക് മാത്രം അറിയാവുന്ന വേദനയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ദൈവമനുഷ്യനെ കറക്റ്റാണ്, എൻ്റെ ചെസ്റ്റിനൊരു ഭയങ്കര പെയിൻ ഞാൻ അനുഭവിക്കുന്നു, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഉടനെ അടുത്ത ദൂത് വരികയാണ്, ഈ ഡിസംബർ മാസത്തോടനുബന്ധിച്ച് നിനക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് നിന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഉള്ള ഒരു പിശാചിന്റെ പദ്ധതി ആണ് ദൈവം നിന്നോട് ഇടപെടുന്നത്. ഇപ്പോൾ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യാണ് എന്ന് പറഞ്ഞ് എൻ്റെ തലയിലോട്ട് കൈവച്ച് എനിക്ക് വേണ്ടി ആ സ്വപ്നത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിൽ എൻ്റെ അനുഭവമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉറക്കത്തിൽ നിന്ന് എണ്ണീച്ചതിന് ശേഷം ഇന്ന് എത്ര വർഷമായി? ഏകദേശം 9-10 വർഷമായി. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആ ചെസ്റ്റ് പെയിൻ ഞാൻ അനുഭവിച്ചിട്ടില്ല. ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് അളവ് പോലെ മെഷർമെന്റ് വെക്കുന്നത് നമ്മളാണ്. ദൈവം അതിനൊരു അളവ് വെച്ചിട്ടില്ല. ദൈവത്തോട് ദാഹത്തോടെ വാഞ്ചയോടെ അടുക്കാൻ ആഗ്രഹിക്കുന്ന സകലരോടും ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരു ഡെത്ത് സെന്റൻസ് ആണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റിക്കളഞ്ഞത്. ഒരു ഡെത്ത് സെന്റൻസ്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രത്യേക ഇടപെടലുകൾ കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഈ വചനത്തിലേക്ക് ഞാൻ വീണ്ടും ഒന്ന് വരട്ടെ. ഇവിടെ 4 കൂട്ടം കാര്യങ്ങളാണ് യോബിന്റെ പുസ്തകത്തിൽ ദൈവം ഇടപെടുമ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ്? ഒറ്റ വാക്കിൽ പറഞ്ഞുവിടാം. ഒന്ന് വായിച്ചേ താഴോട്ട്. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു, മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് to change people, man from his sinful life. നമ്മുടെ ദുഷ്കർമ്മത്തിൽ നിന്ന് നമ്മളെ അകറ്റാനുള്ള ഇടപെടലുകൾ സ്വപ്നത്തിൽ ദൈവശബ്ദമായി നമ്മുടെ മേൽ വരാൻ ഉണ്ട്. മനുഷ്യനെ അവരുടെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള, ഇപ്പൊ നമ്മൾ പോകുന്ന പല വഴികളിൽ നമ്മളെ അകറ്റാനുള്ള ദൈവിക ഇടപെടലുകൾ ദൈവത്തിന്റെ കരത്തിലുണ്ട്. 1. 2, അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്?
പുരുഷനെ ഗർവത്തിൽ നിന്ന് ഇത് രക്ഷിപ്പാനും തന്നെ. നമുക്ക് എല്ലാവർക്കും ഉള്ള സാധനമാണ്. നിങ്ങൾക്കുണ്ടോന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ചില സമയത്ത് ഇങ്ങനെ തോന്നും, ഞാൻ എന്തോ ആണ്, എനിക്ക് എന്തൊക്കെയായി, എന്തൊക്കെയോ നേടി. അപ്പൊ ഒരു ചിന്തയൊക്കെ വരും. അപ്പൊ ശരിയായി ദൈവത്തെ കണ്ടവനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, കൃത്യമായി സിമ്പിളായിട്ട് അവന്റെ ഹ്യൂമിലിറ്റി കണ്ടാൽ മനസ്സിലാവും ദൈവത്തെ കണ്ടിട്ടുണ്ടോ. ദൈവത്തെ കണ്ടവന് ഒരു ഭയങ്കര ഒരു താഴ്മയുണ്ട്. അത് മാനുഷിക താഴ്മയല്ല ഞാൻ പറയുന്നത്. മാനുഷിക താഴ്മ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഒത്തിരി കാണിക്കാൻ പറ്റും. അയ്യോ പ്രൈസ് ലോർഡ്, നമ്മുടെ സ്വഭാവത്തിലും ചിന്തയിലും നമ്മുടെ അഭിനയത്തിലും ഒന്നും വരുന്ന താഴ്മയല്ല. ദൈവിക താഴ്മ എന്ന് പറയുന്നത് ചില സമയത്ത് ചിലർക്ക് ഭയങ്കര ദേഷ്യം വരും. ചില ദൈവിക താഴ്മകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. കാരണം അത് സെന്റിമെന്റൽ അല്ല. ഞാൻ പറയുന്ന താഴ്മയല്ല കേട്ടോ, അങ്ങനെ നമ്മൾ അളക്കുകയല്ല. പക്ഷെ ശരിയായി ദൈവത്തെ കാണുന്നവന് ഉണ്ടാകുന്ന ഒരു വലിയ ഗുണമാണ്, അവന് ഭയങ്കര ഹ്യൂമിലിറ്റി ഉണ്ടാകും, ഭയങ്കര ഹമ്പിളായിരിക്കും. അവൻ ഒരിക്കലും ഗർവം വരുത്തില്ല. ഗർവം വന്ന അപ്പൊ തന്നെ അവന്റെ ഉള്ളിരിക്കുന്ന പരിശുദ്ധാത്മാവ് അമ്പയർ ചെയ്യും. മോനെ ഔട്ട് ഔട്ട്, നീ പോകുന്ന വഴി ഒരു റെഡ് സിഗ്നൽ കാണിക്കും, ഒരു റെഡ് ഫ്ലാഗ് കാണിക്കും. നമ്മളോട് ഇടപെടുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പരിശീലിപ്പിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ ടീച്ച് ചെയ്യുന്ന അഭിഷേകം നമ്മുടെ ഉള്ളിലിരിക്കുന്നെന്ന് പുതിയ നിയമ അഭിഷേകം നമ്മളോട് ഇടപെടും. ഇപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ഗർവത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ദൈവ ശബ്ദങ്ങൾ നമുക്ക് വരും. ഈ ശബ്ദങ്ങളൊക്കെ അല്ലേ ശരിക്കും നമുക്ക് വരേണ്ടത്, അല്ലേ? ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മൾ എന്തിനാ ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്? കേവലം കുറെ നന്മകൾ പ്രാപിച്ച്, അത്ഭുതങ്ങൾ കണ്ട്, വിടുതൽ കണ്ട്, സാമ്പത്തിക നന്മ വന്ന്, വിസ ശരിയായി, കുറെ അത്ഭുതങ്ങൾ കണ്ട്, കുറെ ഇതൊക്കെ കണ്ട് അങ്ങ് പോകാനാണോ? അല്ലല്ലോ. ദൈവം നമ്മളെ എന്തിനാ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്? തൻ്റെ പുത്രന്റെ സ്വരൂപം, സ്വഭാവം നമ്മളിൽ വെളിപ്പെട്ട് വരാനാണ്. ഇതാണ് ശരിയായിട്ടുള്ള പ്രൊഫറ്റിക്. അതിന്റെ അർത്ഥം മറ്റേതൊന്നും ഇല്ലെന്നല്ല, അതൊക്കെ ഉണ്ട്, അതിനൊക്കെ അതിന്റെ സ്ഥാനങ്ങളുണ്ട്. പക്ഷെ ഒരു ഡിസൈപ്പിളോടുള്ള ബന്ധത്തിൽ, ഒരു ദൈവത്തിന്റെ എന്താ പറയുന്നത്, ശിഷ്യനോടുള്ള ബന്ധത്തിൽ ഇടപെടലുകൾ വ്യക്തമായി വരേണ്ടത്, നാം എപ്പോഴും ദൈവത്തോട് അടുക്കുന്നതിന് വീണ്ടും വീണ്ടും നമ്മുടെ ശരിയായിട്ടുള്ള അവസ്ഥകളെ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തന്നാലേ നമ്മളും, ചിലതൊക്കെ നമുക്ക് പോലും ഞെട്ടൽ വരും, ഇത് എന്നിൽ ഉണ്ടോ കർത്താവ് എന്ന് നാം ചോദിച്ചു. കർത്താവ് പറയും, ഉണ്ട്, നിന്നെ തന്നെ ഉണ്ട്, വേറെ ആരെ കുറിച്ചും അല്ല, നിന്നെ തന്നെ കുറിച്ചാണ് പറയുന്നത്. ശരിയായ ആത്മാവായിട്ട് ഇടപെടുന്നതിൽ എപ്പോഴും വിശദീകരിക്കാനുണ്ട്. മനസാന്തരം എന്ന് പറയുന്നത് എന്നോ 1900 ഇന്ന ദിവസം നടന്ന എന്തോ ഒരു വൺ ടൈം ഇവന്റ് അല്ല. പുതിയ നിയമം മുഴുവൻ പറയുന്നത് മാനസാന്തരമാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് മാനസാന്തരമാണ്, യേശു പറഞ്ഞത് മാനസാന്തരമാണ്, ശിഷ്യന്മാർ പറയുന്നത് മാനസാന്തരമാണ്. പുതിയ നിയമ സഭയോടുള്ള വെളിപ്പാട് പുസ്തകം മുഴുവൻ പറയുന്നത് നീ മാനസാന്തരപ്പെടാൻ. അപ്പൊ മാനസാന്തരം എന്താ? നമ്മുടെ ഡെയിലി ലൈഫിലെ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ദൈവമായിട്ട് അടുക്കുന്നവൻ എപ്പോഴും ദൈവം ഇടപെടലുകൾ തരും. നിന്റെ പാപത്തിൽ നിന്ന് നീ മാറ്, നിന്റെ ഗർവത്തിൽ നിന്ന് നീ മാറ്, നിന്റെ അഹങ്കാരങ്ങളിൽ നിന്ന് നീ വിട്ടുമാറ്, നിന്റെ തെറ്റായ വഴികളിൽ നിന്ന് നീ പോ, നീ സ്വന്തം ഡിസിഷനുകൾ എടുക്കാതെ നീ ദൈവിക ലീഡർഷിപ്പിനും ദൈവത്തിനും നീ സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ദൈവശബ്ദങ്ങൾ കേൾക്കും. ഇങ്ങനെയുള്ള കേൾക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ ഒത്തിരി നന്ദി പറയണം. ദൈവമേ, നിങ്ങളുടെ കൃപയ്ക്കായി നന്ദി. അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. വലിയ 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 ദുരന്തങ്ങളാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ഇങ്ങനെയുള്ള ശബ്ദങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള ദൈവ ഇടപെടൽ, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ പാസ്റ്ററെ നമ്മളോട് പറയും, അല്ലേ? അത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മളിനിയും സോ ആള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നമുക്ക് എന്താ പറയുന്നത്, ഒത്തിരി പ്രോഫറ്റും ബ്രദറും പാസ്റ്ററും ഒക്കെ നമ്മുടെ കോണ്ടാക്റ്റിലുണ്ട്. മറ്റു കോണ്ടാക്ട് ഒന്നുമില്ല, നമുക്ക് സാധാരണക്കാരായിട്ടൊന്നും ബന്ധമില്ല. എപ്പോഴും വിളിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മുടെ പാസ്റ്റർ വന്നിട്ട് അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു തരും, മോനെ ഇന്ന വിഷയത്തിൽ അതങ്ങോട്ട് ദൈവത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അതങ്ങോട്ട് ശരിയാവും തോന്നുന്നില്ല മോനെന്ന് പറയുമ്പം പിന്നെ നമുക്ക് അടുത്ത 2 ആഴ്ച ചർച്ച വരത്തില്ല, പാസ്റ്ററിനോട് മുഖം വീർപ്പിച്ച് നടക്കും. എന്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങൾക്ക് ശരിക്കും ഒരു ആത്മീക വിവേചനം ഉണ്ടെങ്കിൽ ആ ദൈവമനുഷ്യന്റെ കാലേ വീണ് ചുംബനം കൊടുത്തിട്ട് പറയണം, താങ്ക് യു പാസ്റ്റർ. എന്നിട്ട് ദൈവത്തിനൊരു നന്ദി പറയണം, പരിശുദ്ധാത്മാവ് അങ്ങേക്ക് നന്ദി, എന്നെ നല്ല വഴിയിലേക്ക് നയിക്കുന്ന ദൈവശബ്ദങ്ങൾക്കായി നന്ദി. ഇന്ന് രാത്രികാലം ദൈവത്തിന് അങ്ങനത്തെ വാക്കുകളുണ്ട് കേട്ടോ, അങ്ങനത്തെ ശബ്ദങ്ങളുണ്ട് കേട്ടോ. അയ്യോ, ചെറുതും വലുതും ഒന്നും അല്ല, വലിയ വലിയ പ്രശ്നങ്ങളെ നടുവിലേക്ക് കയറി പോകുമ്പോൾ ഒരു ചെറിയ അടിയായിരിക്കാം ദൈവം തരുന്നത്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഒരു ചെറിയ തടി, മോനെ അങ്ങോട്ട് മാറി, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഇപ്പൊ നീ അത് പറയണ്ട, നീ ആ പറഞ്ഞത് ശരിയായില്ല, നിന്റെ നാവിനെ നീ സൂക്ഷിക്കേണ്ടതായിരുന്നു.
ഇപ്പൊ എന്ത് ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, ഇപ്പൊ വീഴുക എന്നുള്ളതേ ഉള്ളൂ. കർത്താവേ, പരിശുദ്ധാത്മാവേ, എന്നോട് ക്ഷമിക്കണേ, പുത്രന്റെ സ്വരൂപത്തിലേക്ക് എന്നെ നയിക്കണേ. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം വിടുതലാവുന്നുണ്ടോ? നിങ്ങളോട് ദൈവം സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, ഗർവത്തിൽ നിന്ന് നമ്മളെ തിരിക്കും. അടുത്ത എന്നെ ഭയങ്കരമായി ബ്ലസ് ചെയ്തൊരു ഭാഗമാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല, 11 മണിയായി, സമയം പോയത് അറിഞ്ഞില്ല. അടുത്തതൊരു വലിയ ഭാഗമാണ്, പക്ഷെ അതിലോട്ട് ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങുന്നില്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ ചില കുഴികളിൽ നിന്ന് ദൈവം കയറ്റും, ചില പിറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നാണ് ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞത്. 40-ാം വാക്യം, സങ്കീർത്തനം 40-ാം അധ്യായത്തിൽ, ദ പിറ്റ് ഓഫ് ഡിസ്ട്രക്ഷൻ, നാശകരമായ കുഴിയിൽ നിന്ന്. എന്താ അതിന്റെ അർത്ഥം? അട്ടർ ഹോപ്പ്ലെസ്നെസ്. ഒരു തരത്തിലുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത് ഒരു ദൈവശബ്ദമാണ്. ദൈവശബ്ദം എന്ത് ചെയ്യും? നിങ്ങളെ ഇറങ്ങി വന്ന് ഒരു പാലം പോലെ, ഒരു കോവേലി ഇറക്കി വെക്കുന്നത് പോലെ, നിങ്ങളുടെ കുഴികളിൽ ദൈവം നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. എന്താണ്? ഡിപ്രഷൻ സ്പിരിറ്റുകൾ, അഡിക്ഷൻ സ്പിരിറ്റുകൾ, ഹോപ്പ്ലെസ്നെസിന്റെ സ്പിരിറ്റുകൾ, യേശുവിന്റെ നാമത്തിൽ ഈ വചനപ്രകാരം ദൈവത്തിന്റെ ആത്മാവിൽ അതിനെ ഞാൻ വെട്ടുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, വിടുതൽ താ എന്നല്ല പറയേണ്ടത്, ദൈവമേ അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ദൈവത്തിലേക്ക് തിരിയുന്നത്. ഞാനൊരു പെന്തക്കോസിന്റെ 4ാമത്തെ തലമുറ, അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. ഗുണമല്ല, ചിലപ്പോൾ ദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉള്ളൂ. വലിയ മെച്ചമൊന്നും എനിക്കുണ്ടായില്ല. ഞാൻ മഹാകള്ളനായിട്ട് ജീവിച്ച ഒരാളാണ്. സഭയിലൊരു ഫേസ്, സ്കൂളിലൊരു ഫേസ്, വീട്ടിലൊരു ഫേസ്, ഇങ്ങനെ എല്ലാവരെയും കളിപ്പിച്ച്, മൂത്തപുത്രനായിട്ട് എല്ലാവരെയും കളിപ്പിച്ച് അഭിനയിച്ച് നടന്ന എന്നെ ദൈവം പൂട്ടിയത് 2009 മുതൽ എൻ്റെ ലൈഫിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി വന്ന ഡിപ്രഷനാണ്. കയറി വന്ന് 2012 ആയപ്പോഴത്തേക്കും 3 മാസം വീടിന്റെ മുറിക്കകത്ത് അടച്ചു വെച്ച്, ആൾക്കാരെ കാണാൻ പോലും കഴിയാത്ത തരത്തിൽ സൂയിസൈഡൽ സ്പിരിറ്റ് വന്ന് ഡിപ്രഷൻ അടിമയായി. എൻ്റെ ഭാവി, എൻ്റെ മറ്റ് വിഷയങ്ങളെല്ലാം തടയപ്പെടുമെന്ന് വിചാരിച്ച് മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, മരിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അന്ന് ഉള്ളിലെ ഡീപ്പ് ഇൻസൈഡ് അതൊക്കെയാണ് നമ്മൾ ഈ ഇതിൽ ജനിച്ചതിന്റെ ഒരു വലിയ കാര്യം. സ്വന്തം ജീവൻ എടുത്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്ന അറിയാവുന്നതുകൊണ്ട് ജീവിക്കാനും ബുദ്ധിമുട്ട്, മരിക്കാനും ബുദ്ധിമുട്ട്. ഇങ്ങനെ ജീവിക്കാനും പറ്റുന്നില്ല, മരിക്കാനും പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ അവിടെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? രാത്രികളിൽ മൊത്തം പലതരത്തിലുള്ള ദുരാത്മ മണ്ഡലങ്ങളുടെ ഇടപെടലുകൾ, ഉറക്കങ്ങളിൽ, സ്വപ്നങ്ങളിൽ പാമ്പുകൾ, തേളുകൾ, അതിന്റെ അറ്റാക്കുകൾ എണ്ണിക്കുമ്പോൾ വളരെ ശരീരത്തിൽ പോലും അനുഭവിക്കത്തക്കവണ്ണമുള്ള ഡിമോണിക് ഇൻഫ്ലുവൻസുകൾ, സ്ലീപ്പ് പാരാലിസിസുകൾ, ഒത്തിരി പ്രശ്നങ്ങൾ വന്ന് ഉറക്കം നഷ്ടപ്പെട്ട് മരണം കൊതിച്ച് നിൽക്കുന്ന ആ 3 മാസത്തിന്റെ അവസാനം എന്നെ വിടുവിച്ചെടുത്തത്, എൻ്റെ ജീവിതത്തെ തിരിച്ചത് ഒരു സ്വപ്നമാണ്, ഒരു ദൈവിക ഇടപെടലാണ്. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ ആയിരിക്കുന്ന നാശകരമായ കുഴികളിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദത്തിന്, ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. ആമേൻ, 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 ആമേൻ. ഒറ്റ സ്വപ്നമാണ് എൻ്റെ ലൈഫിനെ തിരിച്ചത്. എനിക്കൊരു മീനിങ്, എനിക്കൊരു അർത്ഥം കൊണ്ടുവന്നു. ദൈവിക ഇടപെടലുകളായിരുന്നു. ആമേൻ, ആമേൻ. 4ാമത്തെ അവസ്ഥ, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, മരണത്തിൽ നിന്ന് ചിലരെ വിടുവിക്കും. എന്ത് ചെയ്യും? ദൈവശബ്ദങ്ങൾ, അല്ലേ മോളെ? അങ്ങനെയല്ലേ അത് വായിച്ചേക്ക്, അല്ലേ? ഒന്ന് വായിച്ച. അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു. പ്രാണനെയും ജീവനെയും കാക്കുന്ന ദൈവിക ഇടപെടലുകൾ അനുഭവിച്ചവരുണ്ട്, എനിക്കറിയാം. ഇതിന്റെ അകത്ത് അനുഭവിച്ചവരുണ്ട്, അല്ലേ? എന്തോരം ദൈവിക ഇടപെടലുകൾ, എന്തോരം നമ്മൾ പോലും അറിയാതെ നമ്മളെ വന്ന് ചില കരം വന്ന് മാറ്റിവിട്ട അനുഭവങ്ങളുണ്ട്. പിശാചു വന്ന് നമ്മുടെ ജീവനെ വാദിച്ച, ശത്രു വന്ന് ജീവനെ ക്ലെയിം ചെയ്ത സമയങ്ങളിൽ നമ്മൾ ഒന്ന് കരമുയർത്തി അപ്പാന്ന് നോക്കിയപ്പോ തന്നെ ആ ക്ലെയിമുകൾ അഴിഞ്ഞുപോയ അവസരങ്ങളുണ്ട്. എന്തോരം ആരാധിച്ച് ദൈവത്തിന് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പം ചില അനർത്ഥങ്ങൾ നമ്മളെ വിട്ടുപോയ അവസ്ഥകളുണ്ട്, ഇല്ലേ? ഇതൊക്കെ ദൈവിക ഇടപെടലുകളാണ്. എന്താണ് സംഭവിക്കുന്നത്? മരണത്തിൽ നമുക്ക് വിടുതൽ തരും. പ്രാണനെ കാക്കുന്ന, ജീവനെ കാക്കുന്ന ദൈവശബ്ദത്തിന്റെ ഇടപെടലുകളെ ഇന്ന് രാത്രി മുതൽ ഞാൻ എന്തെയും സെൻസ് ചെയ്യാൻ പോകുന്നെന്ന് ദൈവാത്മാവ് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വചനങ്ങളെ ഒന്ന് ഏറ്റെടുത്താൽ. ഇത് ദുഷ്കാലമാകയാൽ നമ്മുടെ സമയത്തെ
തക്കത്തിൽ ഉപയോഗിക്കും. ഓ അമേൻ, 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 അമേൻ. ഞാൻ രണ്ട് വാക്യം കൂടെ ഞാൻ നിങ്ങൾക്കൊരു സ്റ്റഡിക്ക് തരാം. എനിക്കത് ശുശ്രൂഷിക്കാൻ സമയമില്ല. ഞാൻ എന്നാലും നിങ്ങളുടെ മുമ്പിൽ അതൊന്ന് വെക്കുന്നു. രണ്ടും എൻ്റെ ലൈഫ് വേഴ്സാണ്. ലിറ്ററലി എൻ്റെ ലൈഫ് വേഴ്സാണ്. എനിക്ക് എഴുതി ദൈവം പതിപ്പിച്ചു തന്ന. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ വചനങ്ങളുണ്ട്. കർത്താവ് നമുക്ക് 66 പുസ്തകത്തിലെ എല്ലാ വചനങ്ങളും നമ്മളോടുള്ള ദൈവിക ഇടപെടുന്നത്. പക്ഷെ ചില സമയത്ത് റീമയായിട്ട് ചിലത് ചാടി വരത്തില്ല അല്ലേ? ലോഗോസിൽ നിന്ന് റേമ ചാടി വരുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ബലമാണ് അല്ലേ? നമ്മളെ വീണ്ടും വീണ്ടും നമ്മളെ ബലപ്പെടുത്തുന്ന വചനങ്ങളുണ്ട്. അങ്ങനെ 2 വചനങ്ങളാണ് എന്നോടുള്ള ബന്ധത്തിൽ. ഒന്ന് 127 സങ്കീർത്തനം 2 വാക്യം. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ വായിച്ചു. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ അയ്യോ, നിങ്ങളത് കേട്ടോ? ആ വാക്ക് നിങ്ങൾ ആ വാക്ക് കേട്ടോ? ഇതൊക്കെ നമ്മളെ ഒന്ന് ചാലഞ്ച് ചെയ്യണം. എന്താ പറയുന്നത്? ടു ഹിസ് ബിലവഡ് ഹി ഗിവ്സ് ഈവൻ ഇൻ ഹിസ് സ്ലീപ്പ്. അതിന്റെ അർത്ഥം അധ്വാനിക്കണ്ടെന്നോ യുദ്ധം ചെയ്യണ്ടെന്നോ മറ്റു കാര്യങ്ങളിൽ നിന്ന് ഏർപ്പെടേണ്ടതെന്നോ അല്ല. അതിനുള്ള ഉത്തരം മേളിൽ എഴുതിയിട്ടുണ്ട്. 1-ാമത്തെ വാക്യം വായിച്ചാൽ എന്താ എഴുതിയിരിക്കുന്ന? യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു. അപ്പൊ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ, അപ്പൊ പണിയുന്നവരുണ്ടല്ലോ അല്ലേ അവിടെ? അപ്പൊ പണിയാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്നാ പിന്നെ യഹോവ പണിയാതിരുന്ന എന്നാ പിന്നെ യഹോവ പണിയട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് വെറും കളിപ്പീര. അത് അങ്ങനെ കുറെ പേരുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ അങ്ങേ എക്സ്ട്രീമാണ്. എല്ലാം ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന, എല്ലാത്തിൽ നിന്നും എസ്കേപ്പ് അടിക്കുന്ന, ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാതെ ബലമില്ലാതെ ഒളിച്ചു മാറുന്ന ഒരു ആത്മീയം. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പണിയുന്നവരുണ്ട്. പക്ഷെ ആ പണിയുടെ മുകളിൽ യഹോവയുടെ ഒരു വീട് പണി അതിന്റെ മുകളിൽ കാവലായി വന്നാലേ നിന്റെ പണി കൊണ്ട് എന്തുണ്ടാവത്തുള്ളൂ? ഗുണം ഉണ്ടാവത്തുള്ളൂ. 2 അടുത്ത വാക്യം എങ്ങനെയാ? യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാക്കുന്നവർ. അപ്പൊ കാക്കുന്നവരുണ്ടോ? ഉണ്ട്, വേണം. കാക്കണം, പണിയണം, ഇത് രണ്ടും വേണം. പക്ഷെ ഇതിന്റെ മുകളിലും നമ്മളെ കാക്കുന്ന, നമ്മളെ പണിയുന്ന, നമ്മളെ പോറ്റുന്ന, നമ്മളെ പുലർത്തുന്ന കരം ദൈവത്തിന്റെ ആണെന്നുള്ള ഉറപ്പ് വേണം. എന്നെ കൊച്ചിലെ തൊട്ട് പഠിപ്പിച്ചതാണ്. ഞങ്ങളെല്ലാം ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ജനിച്ചു. അപ്പൊ ഞാനൊരു പാസ്റ്ററിന്റെ മകനും കൂടെ ആയതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. എല്ലാവരും അറിയാം, മോനെ നീ ഉണ്ണുന്നത് അപ്പൊ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു പ്രസ്ഥാനത്തിന്റെ ചോറുമല്ല, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ചോറ് തരുന്നത് എന്റെ ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ബിസിനസ് ആണ് നിങ്ങളെ നടത്തുന്നത്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ അധ്വാനമാണ് നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം കൊണ്ടുവരുന്നതെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം ചെയ്യണം, ഇതൊന്നും ചെയ്യാതിരിക്കരുത്. നിന്റെ പഠനത്തിന്റെ മികവ് കാരണമാണ് നീ രക്ഷപ്പെട്ടു പോകുന്നത് ചിന്തിക്കരുത്. നീ പാസ്സാവുന്നതും നീ രക്ഷപ്പെടുന്നതും നിന്റെ ലൈഫിൽ എന്ത് നടക്കുന്നതിന്റെ കാരണം അതിന്റെ പിന്നിലെ അധ്വാനത്തിന്റെ മുകളിൽ നിന്നെ ഓവറാർക്ക് ചെയ്യുന്ന, നിന്നെ കവർ ചെയ്യുന്ന ഒരു ഗ്രേസ് ഉണ്ട്, ഒരു കർത്താവിന്റെ കരമുണ്ട്. അതില്ലെങ്കിൽ ഇത് മൊത്തം വ്യർത്ഥമാണെന്നാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ട് അടുത്ത വാക്ക് എഴുതിയിരിക്കുവാണ്. ഞാൻ ഇന്ന് ഇത് മിനിസ്ട്രി ചെയ്തപ്പോഴാണ് ഞാൻ ആ കാര്യം ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് അത് വെളിച്ചമായി വന്നത്. ഇന്ന് മിനിസ്ട്രി ചെയ്തപ്പോഴാണ്. എന്താണ്? തൻ്റെ പ്രിയന്, ടു ഹിസ് ബിലവഡ്. പ്രിയനാകണമെങ്കിൽ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അത് ഒറ്റയടിക്ക് വരത്തില്ല. ഞാൻ യേശുവിന്റെ പ്രിയനാന്ന് പറഞ്ഞുകൊണ്ട് നടന്നൊന്നും പ്രിയനാകത്തില്ല. അതിനൊരു അതൊരു നല്ല ഹാർഡ് വർക്ക്. അതുകൊണ്ടാണ് പലർക്കും അത് പറ്റാത്തത്. അതിന്റെ കാരണം നമ്മുടെ പ്രശ്നം അത്. തന്റെ പ്രിയൻ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഉറക്കത്തിൽ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ആരൊക്കെ ഇരിക്കുന്നു, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ഇല്ല. എന്തിലില്ല? ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ബിലവഡ് ആകാൻ ഒരു നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. അതിന് നല്ല പണിയുണ്ട്. നമ്മൾ ഒത്തിരി പേരെ അഭിഷക്തന്മാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അയ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അയ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന് നല്ലൊരു പണിയെടുക്കണം. സ്വോത്രം എന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല പണിയെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നീ ബിലവഡ് ആവും. നീ ബിലവഡ് ആയി കഴിഞ്ഞാൽ
10,000 മനുഷ്യൻ നിന്ന് നിന്നെ വെല്ലുവിളിച്ചാലും, പിശാച് അവന്റെ സൈന്യം മുഴുവൻ നിന്ന് നിന്നെ വെല്ലുവിളിച്ചാലും നിന്റെ രോമം പോലും ഒന്നും അനങ്ങത്തില്ല. അങ്ങനെയാ വചനം പറയുന്നത്. നിന്റെ വലത്ത് വശത്തും നിന്റെ വശത്തും ഒക്കെ 1000-ങ്ങളും 10,000-ങ്ങളും വീഴും, പക്ഷെ നിന്നെ അത് അലട്ടത്തില്ല. കാരണം നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള പ്രിയന്മാർക്കുള്ള ദൂത് അടുത്ത പറയുന്നത്, അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ലിറ്ററലി അതിനെ ഒന്ന് എടുക്കാൻ പറ്റുമോ? അതിന് പല വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ അതങ്ങ് ലിറ്ററലി അങ്ങ് വിശ്വസിച്ചു. ദൈവമേ ഉറക്കത്തിൽ തരുമോ? ഉറക്കത്തിൽ തരും എൻ്റെ ദൈവമക്കളെ, ഉറക്കത്തിൽ തരും. ചിലർ ഓൺലൈൻ മീഡിയ ആണ്, പബ്ലിക് മിനിസ്ട്രി ആണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ ആഴങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് പലർക്കും അത് യോജിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളുടെ ആഴങ്ങൾ ചിലരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അതൊന്നും വചനത്തിന് വിരുദ്ധമല്ല, പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് അതല്ലാത്തതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് വചനത്തിൽ വിശ്വസിക്കാൻ പറ്റും. ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കുമ്പോ ശലോമോൻ എന്താ പറയുക, ജ്ഞാനിയായി എന്ന് പറഞ്ഞ ആരെങ്കിലും ഇവിടുന്ന് ശരി ആമേൻ പറയും. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് ആണോ? അല്ലതാനും. അതിന്റെ കാരണം എന്താ? ടു ഹിസ് ബിലവഡ് ഹി ഗിവ്സ് ഇൻ സ്ലീപ്പ്. രാത്രികാലം ഈ ഒരു ആത്മീക ഒരു മണ്ഡലത്തിലേക്ക്, ഒരു റെലമിലേക്ക് കയറി വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നോക്കൽ ഞാൻ എൻ്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. ഒരു വാക്യം കൂടെ ഞാൻ എനിക്കൊരു ഹോംവർക്ക് ആയിട്ട് തരാം, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്. ഉത്തമഗീതം 5:2. ഉത്തമഗീതം 5:2. ഇതൊക്കെ റിയാലിറ്റികളാട്ടോ, യാഥാർത്ഥ്യങ്ങളാണ്. ഉത്തമഗീതം 5:2. ഞാൻ ഉറങ്ങുന്നു എങ്കിലും ഇതാണ് നമുക്ക് വേണ്ടത്. ഈ മണ്ഡലമാണ് തുറന്നു വരണം. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ മിനിസ്ട്രിയിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ആദ്യത്തെ സമയത്ത് നമുക്ക് ഭയങ്കര പെർഫോമൻസ് പ്രഷറാണ്, നമുക്ക് ഭയങ്കര ഭാരം. എവിടെ നിൽക്കുമ്പോഴും അയ്യോ, പിന്നെ നമ്മൾ ഇരിക്കുന്നു, വരികൾ ഉണ്ടാക്കിയെടുക്കുന്നു, കാണാതെ പഠിക്കുന്നു, പ്രസംഗിക്കുന്നു, എന്നിട്ടും ആൾക്കാർ അനങ്ങുന്നു പോലും ഇല്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെ ഒത്തിരി ദൈവിക വെളിപ്പാടുകളാണ് നമ്മളെ ഫ്രീ ആക്കി. ഇതൊന്നും ഒരു കാര്യമില്ല. ജനത്തിന് റിസീവ് ചെയ്യുന്ന രീതികൾ വേറെയാണ്. നിന്റെ അധ്വാനത്തിലൊന്നുമല്ല ഇത് നടക്കുന്നത്. വചന പ്രസംഗത്തിന്റെ പോഷത്വത്തിലാ ദൈവത്തിന്റെ വിടുതൽ നടക്കുന്നതിനുള്ള ഫ്രീഡം വന്നപ്പോഴാണ് നമുക്ക് ഒത്തിരി ഐഡന്റിറ്റി ക്രൈസിസ് ഒന്നും ഇല്ല. വലിയ ശരിയായില്ലെന്നൊന്നും ഒത്തില്ലെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് വലിയായിട്ട് ഒന്നും തോന്നുന്നില്ല. കാരണം അങ്ങനത്തെ പെർഫോമൻസ് പ്രഷറൊന്നും നമുക്കില്ല. അപ്പം ഈ എന്താ പറയുന്നത്, ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഒരു പാട്ട് പോലും ഉള്ളിലില്ലായിരിക്കും. പക്ഷെ ചിലപ്പോൾ അന്ന് രാവിലെ എണ്ണീക്കുമ്പോൾ, എത്ര പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? രാവിലെ അങ്ങോട്ട് എണ്ണീക്കുമ്പോൾ ഒരു പഴയ പാട്ടിന്റെ വരികൾ ഇങ്ങനെ കേട്ട് എണ്ണീക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? അതെന്തുവാണെന്നറിയാവോ? അടുത്തൊരാഴ്ചത്തേക്കുള്ള നിങ്ങളുടെ അപ്പവാ ദൈവം നിങ്ങൾക്ക് തന്നത്. ആ വരിക്കകത്ത് നിനക്ക് വേണ്ട ജീവനുണ്ട്, ആ വരിക്കകത്ത് നിങ്ങൾക്ക് വേണ്ട വിടുതലുണ്ട്. മുന്നിൽ വരാൻ പോകുന്ന പ്രശ്നത്തിനുള്ള ഉത്തരം ഓൾറെഡി ദൈവം തന്നു കഴിഞ്ഞു. അയ്യോ, ആമേൻ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല, എണ്ണീറ്റ് അത് പാടി നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എന്റെ കൂടെ മിനിസ്റ്റർ ചെയ്യുന്നവരോട് ഞാൻ ഒരിക്കൽ പോലും, ഞങ്ങൾ ആരും പ്രാക്ടീസ് ചെയ്തിട്ടല്ല കയറുന്നത്. അതൊക്കെ വേണം, നല്ല കാര്യങ്ങളാണ്, അങ്ങനെ അതൊക്കെ ചെയ്ത് വേണം. ഞാനും ആദ്യമൊക്കെ പാട്ടുകൾ എഴുതി, വരികൾ ഓരോ പാട്ടും എഴുതി, അതിന്റെ സ്കെയിൽ എഴുതി, കീബോർഡിന്റെ താഴെ പേപ്പറിൽ എഴുതി വെച്ച് വായിച്ച് പാടിയാണ് മിനിസ്റ്റർ ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ഇന്ന് ആത്മാവ് ഒരു സ്വാതന്ത്ര്യം തന്നു, അവർക്കും ഒരു സ്വാതന്ത്ര്യം തന്നു. നിൽക്കുമ്പോ കയറി വരുമ്പം എന്താ പറയുന്നത്, നിൽക്കുമ്പം ദൈവാത്മാവ് ഹൃദയം തുറന്നൊരു പാട്ടങ്ങ് തരുക, അത് അങ്ങ് പാടുമ്പോഴത്തേക്കും ഒരു വിടുതൽ സംഭവിക്കും. അതുപോലെ ഈ പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത് വർഷിപ്പ് ലീഡേഴ്സിനുള്ളതല്ല, അത് എല്ലാ വർഷിപ്പേഴ്സിനും ഉള്ളതാ. ഇതുപോലെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വരുമ്പം ഒരു ഗീതം, എൻ്റെ ഭാഷയിൽ ഒരു പ്രവചന ഗീതം നിങ്ങൾക്ക് അങ്ങ് തുറന്നു വരും. ചിലപ്പോ പുതിയ വരികളായിരിക്കാം. എന്നോട് ഒത്തിരി പേര് അച്ഛാ ഒരു വരി ഒരു 10 സോങ് എൻ്റെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, മോനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വെച്ചാൽ നീ വയ്ക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയാം. എന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയും, ഒരു 100 സോങ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇതുവരെ ഒന്നും ആക്കിയിട്ടില്ല, എന്തായാലും പ്രാർത്ഥിച്ചത് നന്നായി. അപ്പൊ എന്താ കാരണം? പല സോങ്ങുകളും പുറത്തു വരാനുള്ളതല്ല, നിനക്ക് വിടുതലിന് തന്ന വരികളാ. അപ്പൊ ഇതിന് നമ്മുടെ പ്രശ്നം എന്താ? എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് പിന്നെ ഇറക്കിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല, പിന്നെ നമ്മൾ അതിന്റെ പുറകെ അങ്ങ് ഓടുക. തന്ന ദൈവമാണെങ്കിൽ അതിനെ ഇറക്കാനും ദൈവം ഇടപെടും.
ഇടപെടുകയാണെങ്കിൽ ഇറക്കിയാ മതി, അല്ലെങ്കിൽ നീ പാടി നടക്കുക. സ്വോത്രം സ്വോത്രം സ്വോത്രം. ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞ ദൈവശബ്ദം. ദൈവം ഇടപെട്ടിട്ട് ആണെങ്കിൽ ആ പാട്ടിലൂടെ നിന്നിൽ നടക്കേണ്ട വിടുതലുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല ഇതൊന്നും ഇറക്കലും ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇറക്കണം, അതൊന്നും വേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ ഭയങ്കര ഒരു മ്യൂസിക് ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടായി ഇപ്പൊ ആത്മലോകത്ത്. അയ്യോ, ഞാൻ അതിനെയൊക്കെ ഭയക്കുന്നു. വളരെ ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് ഇപ്പോൾ ദൈവാത്മാവിൽ ദൈവം തന്നു. പണ്ടൊന്നും ഞാൻ മിണ്ടത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ചൊക്കെ പറയാതിരിക്കാൻ പറ്റാത്ത പോലെ വഷളത്വം ഇൻഡസ്ട്രിയായി മാറി. മിനിസ്ട്രി ഒരു ഇൻഡസ്ട്രിയായി മാറി, ബിസിനസ്സായി മാറി. ഇതൊന്നും അല്ല. നിനക്ക് ആ ഗീതം വരുമ്പോ എന്താ ചെയ്യേണ്ടത്? അതിനെ ആത്മാവിൽ പാടണം. ജയം ഗീതം ഗീതം ജയ ജയ ഗീ, അതങ്ങ് പാടി എണ്ണീറ്റങ്ങ് പോണം ആത്മാവിൽ. അത് മതി അന്നത്തെ ദിവസം. ആരെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടോ? പിന്നെന്താ, ഉറക്കത്തിൽ നിന്ന് അങ്ങോട്ട് എണ്ണീറ്റ് ഒരു വചന ഭാഗം ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. എന്തോ അതിന് വരുന്നേ? അത് നിന്നോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. ഇതൊക്കെ അങ്ങോട്ട് ആത്മാവിൽ സ്ഥിരമായി ഒന്ന് പാകം ചെയ്തെടുത്ത് മുന്നോട്ട് പോകുന്നവനും പിന്നെ എന്താ വേണ്ടത്? ദൈവം നമ്മളോട് ഇടപെടുകയല്ലേ. ഇതെല്ലാം അരിയറായിട്ട് കിടക്കുക. കാരണം നമുക്കിതൊന്നും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അരിയറായിട്ട് കിടക്കുന്തോറും വർഷങ്ങളായിട്ടുള്ള ദൈവിക ഇടപെടലുകൾ. ചില ആൾക്കാർ മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത് 70-80 വയസ്സില്ല. കാരണം എന്താ? അപ്പോഴാണ് അവരോട് ഇടപെട്ടെന്ന്. അപ്പോഴാണ് അവർക്ക് ആ ശബ്ദം തിരിഞ്ഞു വന്നത്. ദൈവം അവന്റെ 20 വയസ്സിലെന്തോ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ശബ്ദം കേട്ട് വന്നപ്പോഴത്തേക്ക് ഇത്രയും വർഷം പോയി. ചിലർക്ക് മനസ്സിലായി. അതിന്റെ അർത്ഥം എല്ലാവരും 20 വയസ്സിൽ ഇറങ്ങണമെന്നുമല്ല. ഇതൊന്നും ഡോക്ടറിനായിട്ട് എടുക്കല്ലേ. ഇതൊക്കെ ഞാൻ പറയുന്ന ഒരു തിരിച്ചറിവുകളാണ്. ചിലർക്ക് ഇത് കേട്ട് വരുമ്പോ സമയം ഒത്തിരി അങ്ങ് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ദൈവം കൃത്യമായി ഇടപെടും, പക്ഷെ അത് ചെയ്യാൻ ഇത്തിരി താമസം. നമുക്കൊരു ഭയം, അത് പറയാൻ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാൻ. ഇന്ന ആളെടുത്തോട്ട് പോ, ഇന്ന കാര്യം പറ. അപ്പൊ നമ്മൾ അതങ്ങ് വിഴുങ്ങുമ്പോ എന്താ സംഭവിച്ചത്? അവന്റെ ലൈഫിൽ നടക്കേണ്ട എന്തോ ഒരു വലിയ വിടുതൽ തടസ്സപ്പെട്ടിരിക്കുക. സ്വോത്രം. ചില കാര്യങ്ങള് കിച്ചണിൽ നിൽക്കുക. അപ്പൊ ഒന്ന് പെട്ടെന്ന് കർത്താവ് പറയാം, 5 മിനിറ്റ് ഒന്ന് മാറി നിന്ന് അന്യഭാഷ. അപ്പൊ ഓർമ്മ ഈ പാത്രം കൂടെ കഴുകിയിട്ട് വരാം. അപ്പോഴത്തേക്കും ആ ദൈവ സാന്നിധ്യം അങ്ങ് വിട്ടുപോയി. അപ്പൊ എന്താ ചെയ്യണ്ട? അപ്പൊ ആ ഇടപെടലിൽ അങ്ങ് ഫ്രീ ആയാൽ മതി. അല്ല, കുക്ക് ചെയ്തോണ്ട് നിൽക്കുക, പെട്ടെന്ന് ഒരു പാട്ട് വരുന്നു. അപ്പൊ പായൊക്കെ ഇട്ട് വിരിച്ച് ഏസിയൊക്കെ ഇട്ട് ഇരുന്ന് പാടാതിരിക്കുക. അതിന്റെ ആവശ്യമില്ല. ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ തന്നെ ആ പാട്ട് പാടിക്കൊണ്ട് വേല. അപ്പൊ എന്ത് സംഭവിക്കും? സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ജോലി സ്ഥലത്ത് പോവാ. ഇനിയിപ്പോ പാസ്റ്ററെ ഞാൻ ജോലിയെല്ലാം വിട്ടിട്ട് പൂർണ്ണ സമയം വേലയ്ക്ക് ഇറങ്ങാതിരിക്കുക. അതെന്താ? ജോലിയൊന്നും ശരിയാവുന്നില്ല. എന്റെ പൊന്നു ദൈവമക്കളെ, ജോലി ശരിയാവുന്നില്ലെങ്കിൽ വേല ശരിയാവുന്ന ആരാ പറഞ്ഞേ? അപ്പൊ അതൊന്നും അല്ല അതിന്റെ അർത്ഥം. ചിലപ്പോ ശരിയാവുന്നില്ലെങ്കിൽ വേലയ്ക്ക് ഇറങ്ങാനായിരിക്കും. അതൊന്നും ജോലി സ്ഥലത്തോട്ട് ചെല്ലുമ്പോ, ജോലി സ്ഥലത്തേക്കും എനിക്ക് പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ചിന്തയാ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവാത്മാവ് പറഞ്ഞു ഇടവിടാതെ അതെങ്ങനെ സംഭവിക്കും? അപ്പം എല്ലാവരും കൂടെ മലയിൽ പോയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ സ്തോത്രം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതാണോ ഇടവിടാതുള്ള പ്രാർത്ഥന? അല്ല. നിന്റെ ഡേ ടു ഡേ ലൈഫിൽ നിന്റെ ജീവിതത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, നീ ഡ്രൈവ് ചെയ്യുമ്പോൾ, നീ കിച്ചണിൽ പോകുമ്പോൾ, നീ ബാത്റൂമിൽ പോകുമ്പോൾ, നീ കുക്ക് ചെയ്യുമ്പോൾ, നീ പഠിക്കുമ്പോൾ, എപ്പോഴും ദൈവമായി കണക്ട് ചെയ്യുന്ന ഒരു ആത്മബന്ധത്തിലേക്ക് വന്നാൽ എന്തൊരു ദൈവിക ഇടപെടലായിരിക്കും അത്. ഇങ്ങനെ ദൈവമായിട്ട് മൂവ് ചെയ്യുന്നതിനാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആ വാക്യം ഒന്ന് പോയി വായിക്കണം വീട്ടിൽ പോയിട്ട്. എന്താ? ഞാൻ ഉറങ്ങിയായിരുന്നു, പക്ഷെ എന്റെ ആത്മാവ് ഉണർന്നിരുന്നു. എന്നിട്ട് എന്തോ അടുത്ത് എഴുതിയിരിക്കുന്ന, എന്റെ പ്രിയന്റെ ശബ്ദം ഞാൻ കേട്ടു. ഇപ്പൊ എന്ത് സംഭവിക്കും? ഉറക്കത്തിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ വിസ്ഡമാണ്. ഇതൊന്നും ഒരു ഡോക്ടറിനായിട്ടൊന്നും ആരും എടുക്കല്ലേ. നിങ്ങളോട് ഫ്രീഡം ഉള്ളതുകൊണ്ട് പറയുന്നു. ഞാൻ പേഴ്സണൽ ലൈഫിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അത് ഞങ്ങള് ശാസ്ത്രമാണ്, ഇത് ചെയ്താൽ നല്ലതാ. നന്ന ലേറ്റ് ആയിട്ട് നമ്മുടെ നൈറ്റ് ഒരുക്കണം. നമ്മുടെ രാത്രി, നിങ്ങൾക്കറിയോ പുതിയ നിയമ വചനത്തിന്റെ സത്യം അനുസരിച്ച്, പ്രത്യേകിച്ച് ജൂയിഷ് ട്രഡീഷൻ അനുസരിച്ച് ഒരു ദിവസം തുടങ്ങുന്ന എപ്പോഴാണെന്നറിയോ? രാത്രിയിൽ. നിങ്ങൾ എന്നെ ആദ്യം കേൾക്കുന്ന പോലെ നിങ്ങൾ പോയി ഒന്ന് കേട്ടാ മോനെ, ഫേസ് ചെയ്തിട്ടാണ് വേർക്കുന്നു. ഒരു ദിവസം തുടങ്ങുന്ന രാത്രിയില്ല. അതെവിടുന്ന് ആ വാക്യം വരുന്നത്? 31-ാം അധ്യായത്തില. സന്ധ്യയായി
ഉഷസ്സുമായി ഒന്നാം ദിവസം, ഉഷസ്സായി സന്ധ്യയായി ഒന്നാം ദിവസം എന്നല്ല. ജൂയിഷ് ട്രഡീഷനാണ് ഞാൻ പറയുന്നത്, വചനാടിസ്ഥാനത്തിലുള്ള വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം തുടങ്ങുന്ന രാത്രിയിലാണ്. നമ്മൾ രാത്രി മൊത്തം അതും കണ്ട് ഇതും അടിച്ച് ഇതും എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു മാത്തനിതാ മഴക്കുന്നേന്ന് പറഞ്ഞുള്ള ഒരു ഉറക്കം, അങ്ങനെയുള്ള ഉറക്കത്തിൽ എന്തെങ്കിലുമൊക്കെ വരും, നടന്നാണ് സ്വത്രം. അങ്ങനെയുള്ള അതല്ല ഞാൻ പറയുന്നത്. നിന്റെ വൈകുന്നേരം മുതൽ നീ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറെടുത്ത് ഒരുക്കപ്പെട്ട് ആത്മാവിൽ നമ്മുടെ മുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നേരത്തെ ഭക്ഷണം കഴിക്കുക. എന്താ നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യമല്ലേ അല്ലേ? വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഞാൻ മിനിസ്റ്റർ ചെയ്യാൻ പോയിട്ടുണ്ട്. അവിടെയുള്ള മനുഷ്യർ, അവിടെയൊക്കെ എന്താ പറയുന്നത്, യൂറോപ്യൻ കൺട്രീസിലൊക്കെ വചനം സുവിശേഷം ഭയങ്കരമായി ഇറങ്ങിയ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെയുള്ള ഒത്തിരി ഡിസിപ്ലിനുകൾ നമുക്ക് അത് ഇതാക്കാം. എന്താണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയാൽ അവര് ഒരു 6 മണിക്ക് മുമ്പേ ഫുഡൊക്കെ കഴിച്ച് ഒരു 2-3 മണിക്കൂറൊക്കെ ടൈം എടുത്തിട്ട് ആണ് ഉറങ്ങാൻ പോകുന്നത്. അതിന്റെ കാരണം എന്താ? നമ്മള് രാത്രി 11:30 ആകുമ്പോൾ 12:30 ആകുമ്പോൾ ഒരു ഭക്ഷണം അടിച്ചിട്ട് പിന്നെ അപ്പൊ തന്നെ കയറി കിടന്നൊരു ഉറക്കമാണ്. ഈ രാത്രി മൊത്തം ബോഡി ഫുൾ വീണ്ടും ഈ ഭക്ഷണത്തെ എന്താ പറയുന്നത് പ്രോസസ് ചെയ്യാനായിട്ട് വീണ്ടും വർക്ക് ചെയ്യുമോ? ബോഡി റെസ്റ്റിലോട്ട് പോകുമ്പോഴേ നിന്റെ ആത്മാവ് ഓപ്പൺ ആവത്തുള്ളൂ. അപ്പൊ ഒരു 2 മണിക്കൂർ മുമ്പേ ഭക്ഷണം കഴിച്ചിട്ട് നീ നല്ല റെസ്റ്റില് പ്രാർത്ഥനയിൽ അവസാനം ഈ ഗാഡ്ജറ്റ്, ബ്ലൂ ലൈറ്റ്, ഈ എന്താ പറയുന്ന ഗാഡ്ജറ്റ് ഒക്കെ ഒന്ന് അരമണിക്കൂർ മുമ്പേ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് വചനമൊക്കെ ഒന്ന് വായിച്ചൊന്ന് ഒരുങ്ങിയ കട്ടിലോട്ട് കേറി ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും ദൈവം വെളിയിൽ നിന്ന് നോക്കിട്ട് പറയാം, എടാ അവൻ അത് കൊള്ളാം, അവന്റെ ആ ഒരുക്കം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇന്ന് ഞാൻ അവന്റെ രാത്രിയിൽ അവനോടൊന്ന് ഇടപെടാൻ ഇറങ്ങി വരിക എന്ന് പറയും. അപ്പൊ എന്ത് പറ്റും? കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും, ദൈവശബ്ദത്തെ റീകോൾ ചെയ്യാൻ പറ്റും നമ്മളിൽ മുഴുവൻ അതുകൊണ്ട് ഉറക്കത്തിലുള്ള ഇടപെടലുകൾ ഒരു പ്രവാചകനെ സംബന്ധിച്ച് ആരംഭങ്ങളാന്ന് പറയും. അതിന്റെ കാരണം എന്താ? നമ്മൾ ഉറങ്ങുമ്പോഴാണ് കുറച്ചെങ്കിലും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റെസ്റ്റിലോട്ട് വരുന്നത്. ആ റെസ്റ്റില് ദൈവത്തിന്റെ ഇടപെടലുകളെ സെൻസ് ചെയ്യാൻ കുറച്ചും കൂടെ നാം പാകപ്പെട്ടു വരും. അതുകൊണ്ടാണ് ഒരു ബന്ധവുമില്ലാത്ത യാക്കോബൊക്കെ ഓടുന്നതിന്റെ ഇടയ്ക്ക് ആ കല്ല് തലേണയെ വെച്ച് ഉറങ്ങിയപ്പോ പെട്ടെന്ന് അവന് മുമ്പിൽ ഒരു ഗോവേണി ഓപ്പൺ ആവും. ഇങ്ങനത്തെ ചില ഇടപെടലുകളൊക്കെ എത്ര പേർ ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് എന്റെ കൂടെ ഇവിടെ കിടക്ക്, നാളെ ഞാൻ നിന്നോട് ദൈവശബ്ദം സംസാരിക്കും പറയുന്ന കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനത്തെ ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ടോ? വചനത്തിൽ വായിച്ചിട്ടുണ്ടോ? എന്താ അതൊരു വിസ്ഡമാണ്. ഇന്ന് എന്റെ കൂടെ കിടക്ക്, നാളെ രാവിലെ ഞാൻ നിന്നോടുള്ള ദൂത് പറയാം. എന്താ അതിന്റെ അർത്ഥം? അന്ന് രാത്രി പോയി അവൻ ഉറക്കത്തിൽ ദൈവശബ്ദം കേട്ടിട്ട് രാവിലെ അവരോട് പറയുന്നു. ഇതൊരു ബിഗിനർ സ്റ്റെപ്പാണ് ദൈവവചനം. അങ്ങനെ എന്തോരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടെ ഒരുമിച്ച് മുറിയിൽ കിടന്നവരെടുത്ത് രാവിലെ എണ്ണീക്കുമ്പോൾ അവരോട് ദൂത് പറയുന്നു. അല്ല, അവൻ തന്നെ എണ്ണീക്കുമ്പോൾ സ്വപ്നം കണ്ട് എണ്ണീക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവശബ്ദം കേട്ടിട്ടില്ലാത്തവൻ നമ്മുടെ പ്രോക്സിമിറ്റിയിൽ വരുമ്പം അവനും ദൈവം ഇടപെടലുണ്ടാകും. ഒരു ബന്ധമില്ലാത്ത അൺബിലീവേഴ്സ്, നോൺ ബിലീവേഴ്സ് നമ്മുടെ പ്രോക്സിമിറ്റി, ഞാൻ പറയുന്നത് അനുഭവങ്ങളാണ്. നമ്മുടെ വലയത്തിലേക്ക് വരുമ്പം അവനോട് ദൈവം ഇടപെടുക സ്വപ്നത്തിലൂടെ. അത് അവന് വന്നതല്ല, നമ്മളിൽ കൂടെ വന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പകരപ്പെട്ട ഒരു വിടുതല. അവന് അത് സംഭവിച്ചു. അവനോട് നേരിട്ടങ്ങ് ഇടപെടുക. അവന് അതിനുശേഷമോ അതിനു മുമ്പോ അങ്ങനെ ഇടപെടലുണ്ടായിട്ടില്ല. എന്താ കാരണം? ഇറ്റ്സ് എ പ്രോക്സിമിറ്റി. ദൈവ സാന്നിധ്യത്തിന്റെ വലയമാണ്. ഞാൻ 3 മിനിറ്റും കൂടെ ഉള്ളൂ, 11:30. ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. നിങ്ങൾ ഈ വചനങ്ങളൊക്കെ വീട്ടിൽ പോയി വീണ്ടും പാകം ചെയ്ത് ഈ വിടുതലുകളൊക്കെ ഒന്ന് ഏറ്റെടുക്കുന്ന ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വചനങ്ങൾ വിടുതലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. ഞാനൊരു 2 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇത് വീഴേണ്ടവരുടെ മേൽ വീണിട്ടുണ്ട്. അതിന് ഇനിയും ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഹൃദയങ്ങളെ തുറന്നിരിക്കുകയാണെങ്കിൽ വചനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, എന്റെ വാക്കിനൊന്നും നിങ്ങൾ വില തരണ്ട. പക്ഷെ ദൈവവചനത്തെ നിങ്ങൾ ഓണർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വചനത്തിന് ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് തലകളെ വണക്കി. ദൈവിക ചില ഇടപെടലുകൾ നാളെയല്ല, ഇന്ന് രാത്രി ചിലർക്ക് ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കും. ഇതൊരു അടയാളമായിരിക്കും, ഇതൊരു ദൈവപ്രവൃത്തിയായിരിക്കും.
ഇന്ന് രാത്രി തന്നെ ചില ദൈവിക ശബ്ദങ്ങൾ, ചില ഇൻസ്ട്രക്ഷനുകൾ, ചില ഗിഫ്റ്റുകൾ, ചില ദൈവ ശബ്ദങ്ങൾ, ചില വചനത്തിന്റെ പ്രകാശനങ്ങൾ, ചില വ്യക്തതകൾ ഒക്കെ ദൈവം തന്റെ ജനത്തിന് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ ചില വിടുതലുകൾ തന്റെ ജനത്തിന് വേണ്ടി തുറന്നു. കർത്താവെ, ഞാൻ ഈ കൂട്ടത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ അഭിഷക്തനെ, കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തന്റെ മിനിസ്ട്രിയെ ഞാൻ ബ്ലസ് ചെയ്യും. ഈ സഭയെ ഞാൻ, ഈ ആട്ടിൻകൂട്ടത്തെ ഞാൻ ബ്ലസ് ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ മേൽ ദൈവം ചലിക്കുന്ന അഭിഷേകങ്ങളെ ഞാൻ ഈ ഓൺലൈൻ മീറ്റിംഗിൽ കൊടഞ്ഞിടുന്നു. അത് പ്രാപിക്കുവാൻ യോഗ്യരായവരുടെ മേൽ അത് വന്ന് വീഴട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു വിത്താണല്ലോ, അത് വീണ്ടും കിളിർത്ത് വരട്ടെ. പിതാവേ, തന്റെ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ, നീ എൻ്റെ പ്രാണസഖിയാണ്, എന്നും നിൻ കൂടെ വാഴുവാനാശയേ. യേശുവേ, നീ എൻ്റെ പ്രാണസഖിയാണ്, എന്നും നിൻ കൂടെ വാഴുവാനാശയേ. യേശുവേ, നീ എൻ്റെ പ്രാണസഖിയാണ്, എന്നും നിൻ കൂടെ വാഴുവാനാശയേ. ഈ നല്ല സമയം തന്ന പ്രിയ ദേവദാസനെ, സഭയെ ഞാൻ നന്ദി പറയുന്നു. ലവ് ഫീസ്റ്റ് സഭയുടെ വന്ദനങ്ങളെ വീണ്ടും അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ ഞങ്ങളെ ഓർത്താട്ടെ. നാട്ടിലോട്ട് വരുമ്പം എറണാകുളത്ത് വരിക, ഞങ്ങളെ വന്ന് വിസിറ്റ് ചെയ്യുക, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ശുശ്രൂഷകളിൽ പങ്കിടുക. ഞങ്ങൾ കൊച്ചിയിലെ ലവ് ഫീസ്റ്റ് കലൂർ പാലാരിവട്ടത്താണ്. ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്, ഒരു മലയാളം സർവീസ് ഉണ്ട്, യൂത്ത് സർവീസുകളുണ്ട്. കർത്താവ് ഒത്തിരി യൗവനക്കാരെ ഈ സീസണിൽ ഞങ്ങളോടൊപ്പം ആഡ് ചെയ്യുന്നു. വലിയ ദൈവപ്രവർത്തികൾ നടക്കുന്നത് ഞങ്ങൾ കാണുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ മാനവും മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. Amen. Over to you, Pastor. Thank you so much. Amen. Praise the Lord. Praise the Lord. Amen. Thank you, Jesus. Hallelujah. Thank you. Thank you. Hallelujah. Amen. കരങ്ങൾ ഉയർത്തി അവനെ ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിച്ച് ആമേൻ. ഇന്ന് ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്നതിനെ അവൻ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞാട്ടെ. ആമേൻ. അഭിഷിക്തനിലൂടെ കേട്ട ദൈവശബ്ദത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. പറഞ്ഞാട്ടെ എന്നോടൊപ്പം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ പകർന്നിരിക്കുന്ന സ്വർഗീയ വിത്തിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ഞങ്ങൾ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളതിനെ റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വപ്നങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. പറഞ്ഞ എൻ്റെയോടൊപ്പം ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ സ്വപ്നങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നു മുതൽ കർത്താവെ അങ്ങ് അതിനെ തുറന്നതിനായി നന്ദി പറയുന്നു. പറഞ്ഞേ ആമേൻ. കർത്താവ് ആമേൻ ആമേൻ ഇടപെടുന്ന സ്വപ്ന മേഖലയിൽ തുറന്നതിനായി നന്ദി പറയുന്നു. പറഞ്ഞേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രിയ അഭിഷിക്തന് ഞങ്ങൾ നന്ദി പറയുന്നു.